ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായമാണ് ഇപ്പോൾ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 19-20 അധ്യായങ്ങളിൽ 5 സുപ്രധാന സംഭവങ്ങളാണ് ഉള്ളത് എന്ന് ഇതിനോടകം നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടല്ലോ. സ്വർഗം സന്തോഷിക്കുന്നു, കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് രാജാവായിട്ട് മടങ്ങി വരുന്നു. ഈ 2 സംഭവങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു. 3-ാമത്തെ സംഭവം വിശുദ്ധന്മാർ യേശുവിനോടൊപ്പം ഭൂമിയിൽ 1000 ആണ്ട് വാഴും. ആ കാര്യമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം പഠിക്കുന്നത്. വെളിപ്പാട് 20-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിലാണ് ഈ കാര്യം കിടക്കുന്നത്. നമുക്ക് ആദ്യം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിച്ചിട്ട് വിശദാംശങ്ങൾ നോക്കാം. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിൻ്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിൻ്റെ പ്രതിമയെയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിൻ്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടി വാണു. മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല. ഇത് 1-ാമത്തെ പുനരുത്ഥാനം. 1-ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ 2-ാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോട് കൂടെ 1000 ആണ്ട് വാഴും. 1000 ആണ്ട് കഴിയുമ്പോഴോ സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും. നമ്മൾ വായിച്ച 4-ാമത്തെയും 6-ാമത്തെയും വാക്യങ്ങൾ നോക്കുക. 6-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴും. 4-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടെ വാണു. അപ്പം 1000 ആണ്ട് വാഴുക, ക്രിസ്തുവിനോട് കൂടെ വിശുദ്ധന്മാർ 1000 ആണ്ട് വാഴുക എന്ന ആശയം ഈ ഭാഗത്ത് ശക്തമായിട്ട് വരുന്നുണ്ട് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. നമുക്ക് ഈ ഭാഗം പഠിക്കാനായിട്ട് ആരംഭിക്കുമ്പോൾ 20-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 7 വാക്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ 1000 ആണ്ട് എന്ന 6 പ്രാവശ്യമെങ്കിലും പറഞ്ഞിരിക്കുന്നതാണ് ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. 2-ാം വാക്യം നോക്കിയായിട്ട് ഞാൻ ആ വാക്യങ്ങൾ പറഞ്ഞുതരാം. 2-ാം വാക്യം, അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിട്ടു. 1000 ആണ്ട്, അതാണ് ശ്രദ്ധിക്കേണ്ടത്. 3-ാം വാക്യത്തിൽ 1000 ആണ്ടുണ്ടോ എന്ന് നോക്കി. 1000 ആണ്ട് കഴിയുവോളം. 1000 ആണ്ട് കഴിയുവോളം. 4-ാം വാക്യം അവസാന ഭാഗത്ത് കുറച്ച് മുമ്പ് ഞാൻ വായിച്ച് കേൾപ്പിച്ചിരുന്നു. 1000 ആണ്ട് കഴിയുവോളം. അപ്പം 5-ാം വാക്യം, 5-ാം വാക്യത്തിലുണ്ട് 1000 ആണ്ട് കഴിയുവോളം ജീവിച്ചിരുന്നില്ല. 6-ാം വാക്യത്തിൽ നമ്മൾ കുറച്ച് മുമ്പ് ഞാൻ വായിച്ച് കേൾപ്പിച്ചല്ലോ, ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴും. 7-ാം വാക്യം 1000 ആണ്ട് കഴിയുമ്പോഴോ. കണ്ടോ, ഇതിങ്ങനെ കോൺസ്റ്റന്റ് റിപ്പീറ്റിംഗ്, ഒരു 6-7 പ്രാവശ്യമെങ്കിലും ആദ്യത്തെ 7 വാക്യങ്ങളിൽ 1000 ആണ്ട് എന്നത് ആവർത്തിച്ച് വരുന്നുണ്ട് എന്നുള്ളത് ആദ്യം ശ്രദ്ധിക്കണം. 4-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് ക്രിസ്തുവിനോട് കൂടെ വാണു എന്ന് പറഞ്ഞിരിക്കുന്നതും ഞാൻ കുറച്ച് മുമ്പ് വായിച്ച് കേൾപ്പിച്ചത് ഓർക്കുക. വേണമെങ്കിൽ ഒന്നുകൂടെ വായിച്ചോ. 4-ന്റെ അവസാനത്തെ ലൈൻ, ആത്മാക്കളെയും ഞാൻ കണ്ടു, അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടി വാണു. ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടെ വാണു. 1000 ആണ്ട് വാഴ്ച. ഈ 1000 ആണ്ട് കാലത്തെ ചരിത്രത്തിൽ സഹസ്രാബ്ദം, 1000 ആണ്ട് എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്. ഇതെങ്ങനെ വന്നത് എന്ന് ആലോചിക്കുമ്പോൾ ഇംഗ്ലീഷ് ഭാഷയിൽ മില്ലേനിയം എന്ന വാക്കിൻ്റെ പരിഭാഷയാണ് സഹസ്രാബ്ദം എന്ന് പറയുന്നത്. മില്ലേനിയം എന്ന വാക്ക് പദശാസ്ത്രപരമായിട്ട് വിശകലനം ചെയ്യുമ്പോൾ 2 ലാറ്റിൻ വാക്കുകളിൽ നിന്നാണ് മില്ലേനിയം എന്ന വാക്ക് വരുന്നത്. മില്ലെ പ്ലസ് ആനം. മില്ലെ എന്ന വാക്കും ആനം എന്ന വാക്കും. മില്ലെ എന്ന് പറഞ്ഞാൽ 1000 എന്നാണ്, ആനം എന്ന് പറഞ്ഞാൽ ആണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് 1000 ആണ്ട്, മില്ലേനിയം. മില്ലെ, ആനം, മില്ലേനിയം. യേശുക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലെ 1000 ആണ്ട് വാഴ്ച അല്ലെങ്കിൽ 1000 ആണ്ട് ഭരണം ആത്യന്തികമായി ക്രിസ്തുവും തൻ്റെ സഭയും ഭൂമിയിലെ രാജ്യങ്ങളുടെ മേൽ ഭരണാധിപത്യം എടുത്ത് ഭൂമിയിൽ വാഴുന്നതിൻ്റെ ചിത്രമാണ് എന്ന് ഓർക്കുക. ഈ പ്രത്യേക കാര്യം എന്തിനാണ് എന്ന് ചോദിച്ചാൽ അതിന് പല ന്യായങ്ങളുണ്ട്, പല കാര്യങ്ങൾ അതിനെക്കുറിച്ച് അറിയാനായിട്ടുണ്ട്. അതിൽ 1-ാമത്തേത് എന്താണെന്ന് ചോദിച്ചാൽ, ഇസ്രായേൽ ജനത്തിന് ദൈവം പ്രവാചകന്മാർ മുഖാന്തരം ഒരുപാട് അനുഗ്രഹങ്ങൾ പണ്ട് വാഗ്ദാനം ചെയ്തിരുന്നു. ദൈവം ചെയ്ത വാഗ്ദാനങ്ങൾ എത്രയുണ്ടെങ്കിലും അതെല്ലാം ഉവ്വ്, ആമേൻ എന്നാണ്. അപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൊടുത്ത വാഗ്ദാനങ്ങൾ
പാലിക്കാൻ ദൈവം ബാധ്യസ്ഥനായതുകൊണ്ട്, കർത്താവ് വാക്ക് പറഞ്ഞാൽ മാറുകയില്ല അല്ലേ, അവന് മാറ്റമില്ലാത്തതുപോലെ അവൻ്റെ വാഗ്ദാനങ്ങളും അവൻ്റെ വാക്കുകളും മാറ്റമില്ലാത്തതാണ്. ഈ അടിമത്തത്തിലേക്കൊക്കെ പോയ ഇസ്രായേൽ മക്കൾക്ക് ദൈവം കുറേ വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട വാഗ്ദാനമാണ് ഇങ്ങനെ ഒരു നീതിയോടുകൂടിയ ഭരണം ഉണ്ടാകും. ആ ഭരണത്തിൻ്റെ കീഴിൽ അവർക്ക് സൗഭാഗ്യം. കാരണം അവരെ വല്ലാതെ ലോകം പീഡിപ്പിച്ചിട്ടുണ്ട്, അവരെ വല്ലാതെ ഓടിച്ചിട്ടുള്ള ചരിത്രം, യഹൂദന്മാരുടെ ചരിത്രം അറിയാമെങ്കിൽ വല്ലാതെ കഷ്ടപ്പെട്ട ഒരു ജനതയാണ്, ഇപ്പോഴും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനതയാണ് യഹൂദന്മാർ, ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനം. അവർക്ക് ചില സൗഭാഗ്യങ്ങൾ ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ 1000 ആണ്ട് വാഴ്ചയിൽ സംഭവിക്കുന്നത്. അത് മനസ്സിലാക്കാൻ നമുക്ക് യെശയ്യാപ്രവചനത്തിൽ നിന്ന് ചില വാക്യങ്ങൾ വായിക്കാം. അത് വായിക്കുമ്പോൾ എന്ത് അനുഗ്രഹമാണ് അവർക്ക് വാഗ്ദാനം ചെയ്തിരുന്നത്, അത് തന്നെയാണോ അവർക്ക് ലഭിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ യെശയ്യാവിൽ നിന്നാണ് എല്ലാം വായിക്കുന്നത്. വേറെ പ്രവചനങ്ങളിലും ഉണ്ട്. നമുക്ക് എളുപ്പത്തിന് ഒരു പുസ്തകം മാത്രം എടുക്കുന്നു. യെശയ്യാവ് 2-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 5 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ആമോസിന്റെ മകനായ യെശയ്യാവ് യഹൂദായെയും യെരുശലേമിനെയും പറ്റി ദർശിച്ച വചനം: അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉന്നതവുമായിരിക്കും. സകല ജാതികളും അതിലേക്ക് ഒഴുകിച്ചെല്ലും. അനേക വംശങ്ങളും ചെന്ന് വരുവിൻ, നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്കും യാക്കോബിന്റെ ദൈവത്തിന്റെ ആലയത്തിലേക്കും കയറി ചെല്ലാം. നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്ക് കയറി ചെല്ലാം. അപ്പോൾ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് അവർ കയറി ചെല്ലുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് താവോട്ട് നോക്കുക. അവൻ നമുക്ക് തൻ്റെ വഴികളെ ഉപദേശിച്ചു തരികയും, ദൈവം വഴികളെ ഉപദേശിച്ചു തരികയും, നാം അവന്റെ പാതകളിൽ നടക്കുകയും ചെയ്യും. സിയോനിൽ നിന്ന് ഉപദേശവും യെരുശലേമിൽ നിന്ന് യഹോവയുടെ വചനവും പുറപ്പെടും. അവൻ ജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കുകയും ബഹുവംശങ്ങൾക്ക് വിധി കൽപ്പിക്കുകയും ചെയ്യും. അവർ തങ്ങളുടെ വാളുകളെ കൊഴുക്കളായും കുന്തങ്ങളെ വാക്കത്തികളായും അടിച്ചു തീർക്കും. ജാതിക്ക് നേരെ വാളോങ്ങുകയില്ല. അവർ ഇനി യുദ്ധം അഭ്യസിക്കുകയുമില്ല. 5-ാം വാക്യത്തിൽ പറഞ്ഞു, യാക്കോബ് ഗൃഹമേ വരുവിൻ, നമുക്ക് യഹോവയുടെ വെളിച്ചത്തിൽ നടക്കാം. ഇങ്ങനെ ഒരു സൽഭരണ കാലഘട്ടം അവർക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വാക്യങ്ങൾ തീർന്നില്ല. 4-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നോക്കുക. അവിടെ അവരുടെ മലിനതകൾ കഴുകിക്കളയും, അവരെ വെടിപ്പാക്കും, ഏവനും വിശുദ്ധനെന്ന് വിളിക്കപ്പെടും, ദൈവം അവരുടെ സങ്കേതവും മറവിടവുമായിരിക്കും. ഇങ്ങനെ ഒരുപാട് വാഗ്ദാനങ്ങൾ നമുക്ക് 4-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അന്നാളിൽ യഹോവയുടെ മുള ഭംഗിയും മഹത്വമുള്ളതും ഭൂമിയുടെ ഫലം ഇസ്രായേലിലെ രക്ഷിത ഗണത്തിന് മഹിമയും അഴകുമുള്ളതുമായിരിക്കും. കർത്താവ് ന്യായവിധിയുടെ കാറ്റുകൊണ്ടും ദഹനത്തിന്റെ കാറ്റുകൊണ്ടും സിയോൻ പുത്രിമാരുടെ മലിനത കഴുകിക്കളയും യെരുശലേമിന്റെ രക്തപാതകം അതിന്റെ നടുവിൽ നിന്ന് നീക്കി വെടിപ്പാക്കുകയും ചെയ്ത ശേഷം, മലിനത നീക്കിക്കളയും, വെടിപ്പാക്കും. സിയോനിൽ മിഞ്ചിയിരിക്കുന്നവനും യെരുശലേമിൽ ശേഷിച്ചിരിക്കുന്നവനും, ഇങ്ങനെ യെരുശലേമിൽ ജീവനുള്ളവരുടെ കൂട്ടത്തിൽ പേരെഴുതിയിരിക്കുന്ന ഏവനും തന്നെ വിശുദ്ധൻ എന്ന് വിളിക്കപ്പെടും. യഹോവ സിയോൻ പർവ്വതത്തിലെ സകല വാസസ്ഥലത്തിന്മേലും അതിൻ്റെ സഭായോഗങ്ങളിന്മേലും പകലിന് ഒരു മേഘവും പുകയും രാത്രിക്ക് അഗ്നിജ്വാലയുടെ പ്രകാശവും സൃഷ്ടിക്കും. സകല തേജസ്സിനു മീതെ ഒരു വിധാനമുണ്ടായിരിക്കും. പകൽ വെയിൽ കൊള്ളാതിരിക്കുവാൻ തണലായും കൊടുങ്കാറ്റും മഴയും തട്ടാതിരിക്കുവാൻ സങ്കേതവും മറവിടവുമായും ഒരു കൂടാരമുണ്ടായിരിക്കും. അപ്പം ദൈവം അവർക്ക് സങ്കേതവും മറവിടവുമായിരിക്കും. ഞാൻ എല്ലാ വാക്യങ്ങളും വ്യാഖ്യാനിക്കുന്നില്ല, സമയം ലാഭിക്കാനായിട്ട്. വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ. 11-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 9 വരെ, നമുക്ക് സമയലാഭത്തിന് 6 മുതൽ 9 വരെ മാത്രം വായിക്കാം. 11-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ: ചെന്നായി കുഞ്ഞാടിനോട് കൂടെ പാർക്കും. പുള്ളിപ്പുലി കോലാട്ടുകുട്ടിയോട് കൂടെ കിടക്കും. പശുക്കിടാവും ബാലസിംഹവും തടിച്ച മൃഗവും ഒന്നിച്ചു പാർക്കും. ഒരു ചെറിയ കുട്ടി അവയെ നടത്തും. പശു കരടിയോട് കൂടെ മേയും. അവയുടെ കുട്ടികൾ ഒരുമിച്ച് കിടക്കും. സിംഹം കാള എന്ന പോൽ വൈക്കോൽ തിന്നും. മുല കുടിക്കുന്ന ശിശു സർപ്പത്തിന്റെ പോതിങ്കൽ കളിക്കും. മുലകുടി മാറിയ പൈതൽ അണലിയുടെ പൊത്തിൽ കൈയിടും. സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് പൂർണ്ണമായിരിക്കുകയാൽ എൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ എങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല.
അന്നാളിൽ വംശങ്ങൾക്ക് കൊടിയായി നിൽക്കുന്ന ഇശായി വേരായവനെ ജാതികൾ അന്വേഷിച്ചു വരും. അവൻ്റെ വിശ്രാമ സ്ഥലം മഹത്വമുള്ളതായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടാൽ ദൈവം കൊടുത്ത അനുഗ്രഹങ്ങൾ താഴോട്ടുണ്ട് കേട്ടോ. അതൊക്കെ വായിച്ചോണം. 12-ാം അധ്യായം മുഴുവൻ വായിക്കണം. രക്ഷയുടെ ഉറവിൽ നിന്ന് വെള്ളം കോരുന്നതും ദൈവം കോപം മാറി ദൈവത്തെ ആശ്വസിപ്പിക്കുന്നതും ഒക്കെ 12-ാം അധ്യായത്തിലുണ്ട്. അതൊക്കെ നിങ്ങൾ വായിക്കണം. 30-ാം അധ്യായത്തിൽ നിന്നും 35-ാം അധ്യായത്തിൽ നിന്നും കൂടി 1-2 വാക്യങ്ങൾ നമുക്ക് വായിച്ചിട്ട് മുമ്പോട്ട് പോകാം. 30-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 26 വരെ വായിച്ചോണം. നമുക്കിവിടെ ക്ലാസ്സിൽ 23 മുതൽ 26 വരെ വായിക്കാം. 30-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. നിലത്ത് വിതയ്ക്കുന്ന വിത്തിന് മഴയും നിലത്തിലെ വിളവായ അപ്പവും അവൻ നിനക്ക് തരും. അത് പുഷ്ടിയും സമൃദ്ധിയുമുള്ളതായിരിക്കും. അന്ന് നിന്റെ കന്നുകാലികൾ വിസ്താരമായ മേച്ചിൽ പുറങ്ങളിൽ മേയും. നിലം ഉഴുന്ന കാളകളും കഴുതകളും മുറം കൊണ്ടും പല്ലികൊണ്ടും വീശി വെടിപ്പായതും ഉപ്പ് ചേർത്തതുമായ തീൻ തിന്നും. മഹാസംഹാര ദിവസത്തിൽ ഗോപുരങ്ങൾ വീഴുമ്പോൾ ഉയരമുള്ള എല്ലാ മലയിലും പൊക്കമുള്ള എല്ലാ കുന്നിന്മേലും തോടുകളും നീരൊഴുക്കുകളും ഉണ്ടാകും. യഹോവ തൻ്റെ ജനത്തിൻ്റെ മുറിവ് കെട്ടുകയും അവരുടെ അടിപ്പിണർ പൊറുപ്പിക്കുകയും ചെയ്യുന്ന നാളിൽ ചന്ദ്രൻ്റെ പ്രകാശം സൂര്യൻ്റെ പ്രകാശം പോലെയും സൂര്യൻ്റെ പ്രകാശം 7 പകലിൻ്റെ പ്രകാശം പോലെ 7 ഇരട്ടിയായിരിക്കും. അപ്പോൾ ഈ അനുഗ്രഹങ്ങളൊക്കെ കാണുന്നുണ്ടെന്ന് ഞാൻ കരുതിക്കോട്ടെ. 35-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ഒരു 10 വാക്യങ്ങളോട് വായിച്ചിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. മരുഭൂമിയും ഇതെല്ലാം നിങ്ങൾ വീണ്ടും വീണ്ടും റിവ്യൂ ചെയ്യണം. ഞാൻ അത്യാവശ്യമുള്ള വാക്യങ്ങൾ മാത്രം വായിപ്പിക്കുകയാണ്. എന്ത് അനുഗ്രഹമാണ് ഇസ്രായേലിന് ദൈവം വാഗ്ദാനം ചെയ്തിരുന്നത് എന്നറിയാനായിട്ട്. ഓക്കെ. മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും. നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനിനീർ പുഷ്പം പോലെ പൂക്കും. അത് മനോഹരമായി പൂത്ത് ഉല്ലാസത്തോടും ഘോഷത്തോടും കൂടെ ഉല്ലസിക്കും. ലെബാനോന്റെ മഹത്വവും കർമ്മേലിൻ്റെയും ഷാരോന്റെയും ശോഭയും അതിന് കൊടുക്കപ്പെടും. അവർ യഹോവയുടെ മഹത്വവും നമ്മുടെ ദൈവത്തിൻ്റെ തേജസ്സും കാണും. തളർന്ന കൈകളെ ബലപ്പെടുവിൻ, കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിക്കുവിൻ. മനോഭീതിയുള്ളവരോ ധൈര്യപ്പെടുവിൻ, ഭയപ്പെടേണ്ട. ഇതാ നിങ്ങളുടെ ദൈവം പ്രതികാരവും ദൈവത്തിൻ്റെ പ്രതിഫലവും വരുന്നു. അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കും എന്ന് പറയുവിൻ. അന്ന് കുരുടന്മാരുടെ കണ്ണ് തുറന്നു വരും, ചെകിടന്മാരുടെ ചെവി അടഞ്ഞിരിക്കുകയില്ല. അന്ന് മുടന്തൻ മാനിനെ പോലെ ചാടും, ഊമന്റെ നാവും ഉല്ലസിച്ച് ഘോഷിക്കും. മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് തോടുകളും പൊട്ടിപ്പുറപ്പെടും. മരീചിക ഒരു പൊയ്കയായും വരണ്ട നിലം നീരുറവകളായും തീരും. കുറുക്കന്മാരുടെ പാർപ്പിടത്ത് അവ കിടന്ന സ്ഥലത്ത് തന്നെ പുല്ലും ഓടയും ഞാങ്ങണയും വളരും. അവിടെ ഒരു പെരുവഴിയും പാതയും ഉണ്ടാകും. അതിന് വിശുദ്ധ വഴി എന്ന് പേരാകും. ഒരു അശുദ്ധനും അതിൽ കൂടി കടന്നു പോകുകയില്ല. അവൻ അവരോട് കൂടെയിരിക്കും. വഴിപോക്കർ ഭോഷന്മാർ പോലും വഴി തെറ്റി പോകുകയില്ല. ഒരു സിംഹവും അവിടെ ഉണ്ടാകുകയില്ല, ഒരു ദുഷ്ടമൃഗവും അവിടെ കയറി വരികയില്ല. ആ വകയെ അവിടെ കാണുകയില്ല. വീണ്ടെടുക്കപ്പെട്ടവർ അവിടെ നടക്കും. അങ്ങനെ യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് വരും. നിത്യാനന്ദം അവരുടെ തലമേലുണ്ടായിരിക്കും. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും. ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും. ഇതെല്ലാം നിത്യതയിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങളായിട്ട് നമ്മളിങ്ങനെ കണക്കാക്കി വെച്ചേക്കുന്നത് കൊണ്ട് ഈ വാക്യങ്ങൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. പ്രവചനങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ പ്രവചന പുസ്തകങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യമൊക്കെ ഒന്ന് നിങ്ങൾ പുറകോട്ട് പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് പലതരത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട നിത്യസത്യങ്ങളുണ്ട് അതിനകത്ത്. എന്നാൽ ഏത് ജനതയോട് പ്രവചനം പറഞ്ഞോ അവർക്ക് വരുന്ന സൗഭാഗ്യങ്ങളുണ്ട്. ഇതൊക്കെ പഠിച്ചത് ഓർക്കുന്നുണ്ടാവുമല്ലോ. ആനുകാലികമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ ഇന്നത്തെ ഒരു വിശ്വാസിയെ സംബന്ധിക്കുന്നിടത്തോളം ഏത് പുസ്തകത്തിൽ നിന്ന് എന്ത് വായിച്ചാലും അതെല്ലാം ഞങ്ങൾക്ക് വരാൻ മാത്രമുള്ള അനുഗ്രഹങ്ങളായിട്ട് നമ്മൾ കാണുന്നത് കൊണ്ട് ഇതുപോലും ഇസ്രായേലിന് വരുന്നതാണെന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ അല്പം വിഷമമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇതൊക്കെ നമുക്ക് നിത്യതയിൽ കിട്ടാൻ പോകുന്ന അനുഗ്രഹങ്ങളായിട്ടാണ് നാം കണ്ടുവച്ചിരിക്കുന്നത്, അല്ലേ? അതുകൊണ്ട് അങ്ങനെയല്ല കാണേണ്ടത്. ഇത് ഇസ്രായേൽ മക്കൾ പ്രവാസത്തിൽ പോവുകയും അവർ കഷ്ടതയിൽ കൂടി കടന്നു പോവുകയും ചെയ്തതുകൊണ്ട് ദൈവം അവർക്ക് വാഗ്ദാനം ചെയ്ത അനുഗ്രഹങ്ങളാണ്. ഇതുപോലത്തെ ധാരാളം പാസേജസ് പ്രവചന പുസ്തകങ്ങളിലുണ്ട്. അതൊക്കെ വായിച്ചു നോക്കിയാൽ 1000 ആണ്ട് വാഴ്ചയുടെ സമയത്താണ് ഈ സൗഭാഗ്യങ്ങളെല്ലാം അവർ അനുഭവിക്കാനായിട്ട് പോകുന്നത്. പക്ഷേ നമ്മൾ അഭിമുഖീകരിക്കുന്ന വ്യാഖ്യാന പ്രശ്നങ്ങൾ ചിലതുണ്ട് 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ച് പഠിക്കുമ്പോൾ. അത് ചിലത് നമുക്കൊന്ന് ചിന്തിക്കാം. പല പഠിതാക്കളും അവരെ അലട്ടുന്ന ഒരു പ്രശ്നം, മിക്കവാറും വ്യാഖ്യാതാക്കളെ അലട്ടുന്ന ഒരു വലിയ പ്രശ്നം, ആശ്ചര്യമായിട്ട് ഭൂമിയിൽ ഒരു 1000 ആണ്ട് ഭരണം ഉണ്ടോ എന്നുള്ളതാണ്. അതോ ഇത്
പ്രതീകാത്മകമായിട്ട് ആത്മീയവൽക്കരിച്ചെടുത്താൽ മതിയോ? ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ഇത് ആശ്ചര്യമായിട്ട് ഇസ്രായേൽ മക്കൾക്കൊന്നും കിട്ടാൻ പോകുന്നതല്ല, ഞങ്ങൾക്ക് പ്രതീകാത്മകമായിട്ട് കിട്ടാൻ പോകുന്ന അനുഗ്രഹമാണെന്നൊരു വിശ്വാസി ചിന്തിക്കുന്നത് പോലെ തന്നെ വിശ്വാസികളാണല്ലോ വ്യാഖ്യാനിക്കുന്നതും, അല്ലേ? വ്യാഖ്യാന വിശദാംശങ്ങൾ ഉണ്ടാക്കുന്നതും ഒക്കെ. അതുകൊണ്ട് പലരും ചിന്തിച്ച് വച്ചിരിക്കുന്നതും പഠിപ്പിക്കുന്നതും ഇത് പ്രതീകാത്മകമായിട്ട് ആത്മീയമായിട്ട് ഇന്നത്തെ സഭ അനുഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളാണ്. അങ്ങനെ പറഞ്ഞുകൂടെ എന്ന് ചോദിക്കാറുണ്ട്. എന്നാൽ ഇന്നത്തെ സഭ ഇത് അനുഭവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അനുഭവിക്കുന്നുമില്ല. അനുഭവിക്കാതിരിക്കുന്ന കാര്യങ്ങൾ അനുഭവിക്കാനുള്ളതാണെന്നൊക്കെ പറഞ്ഞ് സമാശ്വസിക്കുകയാണ് ചെയ്യുന്നത്. വേറെ ചില വ്യാഖ്യാതാക്കൾ സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ സ്ഥാപിക്കുന്നത് 1000 ആണ്ടെന്ന് പറയുന്നത് ഒരു പ്രതീക സംഖ്യയാണ്. ആത്യന്തികമായിട്ട് സഭ പൂർണ്ണതയുള്ളതാകും എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. അവർ പറയുന്നത് 10 ഗുണം 10 ഗുണം 10 സമം 1000, 10 × 10 × 10 ഈസ് ഈക്വൽ ടു 1000. അപ്പോൾ 10 × 10 × 10 പൂർണ്ണത. മനസ്സിലായോ? സംഖ്യ 10-ലെത്തിയപ്പം 1 മുതൽ 10 വരെ ഒരു പൂർണ്ണതയുടെ ആയി. അങ്ങനെ 3 എണ്ണം ആയപ്പം 3 തരം ഉറപ്പാണ്. 1000 ആണ്ടെന്ന് പറയുന്നത് പൂർണ്ണതയുടെ ഒരു നല്ല ചിത്രമാണ്. അത് നമുക്ക് ഉറപ്പിച്ച് പറയാം. അതുകൊണ്ടാണ് 3 10കൾ ഗുണിച്ചാൽ 1000 കിട്ടും എന്ന് അവർ ഉറപ്പിച്ച് പറയുന്നത്. ഇത് ക്രിസ്തുവിൻ്റെ വിജയപ്രതീകമാണ്. അത് സാത്താൻ്റെ പരാജയത്തിൻ്റെ പ്രതീകമാണ്. ചങ്ങലയാൽ കെട്ടപ്പെട്ട പിശാച് ബന്ധനത്തിലായതുകൊണ്ട് സഭയ്ക്ക് ലഭിക്കാൻ പോകുന്ന വലിയ അനുഗ്രഹത്തിൻ്റെ പ്രതീകമാണ് എന്നൊക്കെ ആളുകൾ ഇതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കാറുണ്ട്. 1000 ആണ്ട് വാഴ്ച ഇല്ലെന്നാണ് ചുരുക്കത്തിൽ അവരൊക്കെ പറഞ്ഞു വരുന്നത്. അതൊരു വ്യാഖ്യാനമാണ്. മില്ലേനിയലിസം എന്ന് ഇംഗ്ലീഷിൽ പറയും. 1000 ആണ്ടെന്ന് പറയുന്നൊരു കാര്യം ഇല്ല. മില്ലേനിയലിസം എന്ന് വിളിക്കുന്ന ഒരു വ്യാഖ്യാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കസർത്തുകളൊക്കെ നടത്തുന്നത്. പക്ഷേ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് 1000 ആണ്ട് വാഴും എന്ന്. പക്ഷെ അത് മറികടന്നിട്ട് അങ്ങനെ ആശ്ചര്യമായിട്ടൊരു വാഴ്ച യേശു ഭൂമിയിൽ നടത്തുന്നില്ല എന്ന് വാദിക്കുന്നുണ്ട്. പക്ഷെ അതിനകത്തുള്ളൊരു പ്രശ്നം എന്താണ് എന്ന് നാം ഗ്രഹിക്കാനായിട്ട് 1000 ആണ്ടെന്ന് പറയുന്നൊരു കാര്യമില്ല. ഇതൊരു പ്രതീകമാണ്, സഭയ്ക്ക് ലഭിക്കുന്ന അനുഗ്രഹമാണ്, കർത്താവിൻ്റെ ജയത്തിൻ്റെ പ്രതീകമാണെന്നൊക്കെ പറയുമ്പോൾ ആ വ്യാഖ്യാനം ഉത്തരം പറയേണ്ടതായിട്ടുള്ളൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ നമ്മൾ വായിച്ച ഭാഗത്ത് യോഹന്നാൻ അപ്പോസ്തലൻ ദർശനത്തിൽ കണ്ടത്, വെളിപ്പാടിൽ കണ്ടത് എടുത്തു പറയുമ്പോൾ മരിച്ചവരുടെ പുനരുത്ഥാനം എന്നൊരു കാര്യം പറയുന്നുണ്ട്. മരിച്ചവരുടെ പുനരുത്ഥാനവുമായിട്ട് ഇതിനെ ബന്ധപ്പെടുത്തുന്നുണ്ട്. അതിനുത്തരം ഈ വ്യാഖ്യാതാക്കൾ പറയുന്നില്ല. കാരണം ഇത് വെറും പ്രതീകമാണെങ്കിൽ മരിച്ചവർ ഉയർക്കേണ്ട കാര്യമില്ലല്ലോ. സഭയ്ക്ക് കിട്ടുന്ന വെറും അനുഗ്രഹങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇത് പ്രത്യേകിച്ച് ഒന്നിനെയും കുറിക്കുന്നില്ല. യേശു ജയിച്ചു, പിശാചു തോറ്റു എന്നൊക്കെ ആണെങ്കിൽ അതിന് മരിച്ചവരെന്തിനാണ് പുനരുദ്ധാനം ചെയ്യുന്നത്? ഇല്ലേ, നമ്മൾ കണ്ടായിരുന്നോ? മരിച്ചവർ 4-5 വാക്യങ്ങൾ വായിച്ചാട്ടെ. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം, യേശുവിനെ ശ്രദ്ധിക്കേണ്ടത്, യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയെ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. ആത്മാക്കളെ കണ്ടു. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടി വാണു. മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല. അപ്പൊ ഇതെങ്ങനെ വ്യാഖ്യാനിക്കും? മരിച്ച കുറേ പേര് ജീവിച്ച് വന്നു വാഴുന്നു, വേറെ കുറേ പേര് മരിച്ചവർ അങ്ങനെ തന്നെ ഇരിക്കുന്നു, ജീവിക്കുന്നില്ല, അല്ലേ? അപ്പം മരിച്ചവരുടെ പുനരുദ്ധാനം ചെയ്ത മരിച്ച ആളുകൾ ക്രിസ്തുവിനോട് കൂടെ വന്ന് വാഴുന്നു. മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല. എന്നിട്ട് പറഞ്ഞു ഈ ജീവിച്ചു വന്നത് ഒന്നാമത്തെ പുനരുദ്ധാനം എന്ന് പറഞ്ഞില്ലേ? ഇത് ഒന്നാമത്തെ പുനരുദ്ധാനം. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു 1-ാം പുനരുദ്ധാനം ഉണ്ടെന്നും ഒരു 2-ാം പുനരുദ്ധാനം ഉണ്ടെന്നും 1-ാം പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാൻ, അങ്ങനെ വാക്യങ്ങളുണ്ട് അതിനകത്ത്. 1-ാം പുനരുദ്ധാനത്തിൽ ഇത് 1-ാം പുനരുദ്ധാനം. 1-ാം പുനരുദ്ധാനം 1-ാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. കണ്ടോ? 1-ാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനും ആകുന്നു. അവരുടെ മേൽ 2-ാം മരണത്തിന് അധികാരമില്ല. അപ്പൊ യോഹന്നാൻ നിശ്ചയമായിട്ടും ഒരു പ്രതീകമൊന്നും അല്ല പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ദർശനം കണ്ടതെല്ലാം പ്രതീകമായി പോകും, അല്ലേ? പ്രതീകങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് ശരിയാണ്. യോഹന്നാൻ നിശ്ചയമായിട്ട് ഒരു ആത്മീയ പുനരുദ്ധാനത്തെക്കുറിച്ചല്ല ഇവിടെ വിവരിക്കുന്നത്, ഒരു ആക്ഷരിക പുനരുദ്ധാനത്തെക്കുറിച്ചാണ്. ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചോ? ആത്മീയ പുനരുദ്ധാനമല്ല, ആക്ഷരികമായിട്ട് മരിച്ച ആളുകൾ പുനരുദ്ധാനം ചെയ്യുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. കാരണം
ഈ ആളുകൾ എങ്ങനെയൊക്കെയാണ് മരിച്ചതെന്ന് യോഹന്നാൻ വിശദീകരിച്ചല്ലോ, ശ്രദ്ധിച്ചില്ലേ? ഈ ആളുകൾ ആത്മീയമായിട്ട് നമ്മൾ എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ അതിക്രമത്തിലും പാപത്തിലും മരിച്ചവരായി നിങ്ങളെ ഉയർപ്പിച്ചു എന്ന് പറഞ്ഞ പോലെ അല്ല പറഞ്ഞത്. ശ്രദ്ധിച്ചോ? ഇവിടെ ഇവരെങ്ങനെയൊക്കെയാണ് തല ഛേദിക്കപ്പെട്ടവർ? യേശുവിന്റെ സാക്ഷ്യം, യേശുവിന്റെ സാക്ഷ്യം ദൈവവചനം നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും, മൃഗത്തെയോ അതിന്റെ പ്രതിമയോ വായിച്ചോ, മൃഗത്തെയോ അതിന്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവർ, നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെ ഞാൻ കണ്ടു. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടെ ഡൈ എന്നുള്ളത് സ്പെസിഫൈ ചെയ്തു. അവരെങ്ങനെയാണ് മരിച്ചതെന്നുള്ളത് കൃത്യമായിട്ട് എടുത്ത് പറഞ്ഞിട്ട് ഈ കാര്യം പറഞ്ഞപ്പോൾ ഇതൊരു ആക്ഷരിക പുനരുദ്ധാനമാണ്, അല്ലാതെ ഒരു ആത്മീയമായിട്ടുള്ള പ്രതീകാത്മകമായിട്ടുള്ള പുനരുദ്ധാനമല്ല എന്നുള്ളത് ക്ലിയറാണ്. എന്നിട്ട് പറഞ്ഞു ഇത് 1-ാം പുനരുദ്ധാനം. അപ്പം അതിൻ്റെ അർത്ഥം ഇത് കൂടാതെ ഇനി 2ാമതൊരു പുനരുദ്ധാനം ഉണ്ട് അല്ലേ? 1-ാം പുനരുദ്ധാനം, 2-ാം പുനരുദ്ധാനം. 1-ാം പുനരുദ്ധാനമാണ് ഇപ്പോൾ നടന്നത്. അതിൽ കുറേ ആത്മാക്കൾ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിൻ്റെ കൂടെ വാഴും. അപ്പോൾ ഇപ്പം നമ്മൾ യേശുവിൻ്റെ വിജയകരമായിട്ടുള്ള 1000 ആണ്ട് വാഴ്ചയിലാണ് എന്നവർ വാദിക്കുകയാണെങ്കിൽ, വ്യാഖ്യാതാക്കൾ വാദിക്കുകയാണെങ്കിൽ എപ്പോഴാണ് ഈ പുനരുദ്ധാനം നടക്കുന്നതെന്ന് അവർ പറയണം. ഞാൻ പറഞ്ഞത് മനസ്സിലായി. ഇതൊരു പ്രതീകാത്മകമായ കാര്യമാണ്. സഭ ഇപ്പോൾ 1000 ആണ്ട് വാഴ്ചയിലാണെന്ന് പറയുകയാണെങ്കിൽ ഈ പുനരുദ്ധാനത്തിൻ്റെ പ്രസക്തി എന്താണെന്നും ഈ ആളുകൾ 1-ാം പുനരുദ്ധാനത്തിൽ എപ്പോഴാണ് ഉയർത്തെഴുന്നേറ്റ് വരുന്നതെന്നും പറയാൻ ബാധ്യതയുണ്ടല്ലോ. മനസ്സിലാവുന്നില്ലേ? അതവർ പറയുന്നില്ല. അപ്പോൾ അത് ഒരു അപാകതയാണ്. തീർച്ചയായിട്ടും ഇതതുകൊണ്ടൊരു പ്രതീകാത്മകമായിട്ടുള്ള കാര്യമല്ല, ഇത് ആക്ഷരികമായിട്ട് തന്നെ നടക്കുന്നതാണ് എന്ന് ഉറപ്പാണ്. ഈ ഭാഗം വായിക്കുന്ന നമുക്ക് തീർച്ചയായിട്ടും യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു ആക്ഷരികമായ ശാരീരികമായ മരിച്ചവരുടെ പുനരുദ്ധാനവും അവർ ഭൂമിയിൽ ക്രിസ്തുവിനോടുകൂടെ ആക്ഷരികമായി ഒരു രാജ്യസ്ഥാപനവും ഭരണവും അല്ലെങ്കിൽ 1000 ആണ്ട് വാഴ്ചയും നടത്തുന്നത് തന്നെയാണെന്ന് വിശ്വസിക്കാൻ ഒരുപാട് വിഷമിക്കേണ്ട കാര്യമില്ല. വളരെ ലളിതമായിട്ടും ക്ലിയറായിട്ടുമാണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ച് ഇതുപോലെ വേറെയും ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് മില്ലേനിയലിസം, 1000 ആണ്ട് വാഴ്ച ഇല്ല എന്ന് പറയുന്നതിനെക്കുറിച്ചാണ്. പ്രധാനമായിട്ട് ഇനി നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ പ്രീ മില്ലേനിയലിസം, പോസ്റ്റ് മില്ലേനിയലിസം എന്നൊക്കെ പറയുന്ന 1000 ആണ്ട് വാഴ്ചയ്ക്ക് മുമ്പ് പിമ്പ് എന്നൊക്കെ പറയുന്ന വാദഗതികളും ഉണ്ട്. പക്ഷേ ഇതെല്ലാം ചർച്ച ചെയ്യുന്നത് കൊണ്ട് എൻ്റെ ക്ലാസ്സിൻ്റെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതെല്ലാം ചർച്ച ചെയ്ത് തിയോളജി പഠിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് യാതൊരു ആത്മീയ പ്രയോജനവും ഉണ്ടാകുന്നില്ല എന്നുള്ളത് കൊണ്ട് അത് കൂടുതൽ വിശദീകരിച്ച് വ്യാഖ്യാതാക്കളെ ഖണ്ഡിക്കാനോ പുതിയ വാദങ്ങൾ സ്ഥാപിക്കാനോ എനിക്ക് താല്പര്യമില്ല. അതല്ല നമ്മുടെ പഠനത്തിൻ്റെ ലക്ഷ്യം എന്നുള്ളത് കൊണ്ട് നമ്മുടെ ജീവിതത്തിന് ഗുണകരമല്ലാത്ത കാര്യങ്ങൾ നമുക്ക് ഉപേക്ഷിച്ചിട്ട് കൃത്യമായിട്ട് ലളിതമായിട്ട് മനസ്സിലാകുന്ന കാര്യങ്ങൾ പഠിച്ച് മുമ്പോട്ട് പോകുന്നതല്ലേ നല്ലത്. അതുകൊണ്ട് മില്ലേനിയലിസവും പോസ്റ്റ് മില്ലേനിയലിസവും പ്രീ മില്ലേനിയലിസവും ഒക്കെ നമുക്ക് ഉപേക്ഷിക്കാം. അതൊക്കെ വ്യാഖ്യാനങ്ങൾ ആവശ്യമുള്ള ആളുകൾ പഠിതാക്കൾ പഠിച്ച് വഴക്കുണ്ടാക്കട്ടെ. നമുക്ക് സത്യങ്ങൾ ഗ്രഹിച്ച് മുന്നോട്ട് പോകുന്നതിനായിട്ട് ശ്രമിക്കാം. ചിന്തിക്കുക. നാം പ്രധാനമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ 1000 ആണ്ട് വാഴ്ചയുടെ ഉദ്ദേശം എന്താണ്, അതിൻ്റെ ലക്ഷ്യം എന്താണ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ പിന്നിൽ ഒരു ദൈവിക പദ്ധതി ഉണ്ടെങ്കിൽ എന്തായിരിക്കും ആ ദൈവിക പദ്ധതി? വി ഹാവ് ടു തിങ്ക് അബൌട്ട് ദാറ്റ്. എന്താണ് ഗോഡ്സ് പ്രോഗ്രാം, ഗോഡ്സ് പ്ലാൻ അബൌട്ട് ദിസ്? അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതെന്താണെന്ന് ചോദിച്ചാൽ ഇസ്രായേലിന് ദൈവം വാഗ്ദാനം നൽകിയ, ഇസ്രായേലും ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ, കാരണം ക്രിസ്തു വന്നപ്പോൾ അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല, അവരവനെ റിജക്റ്റ് ചെയ്ത് കളഞ്ഞു. എങ്കിലും ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായതുകൊണ്ട് ഇസ്രായേലിനും ക്രിസ്തുവിനും നൽകിയ ചില വാഗ്ദാനങ്ങളുണ്ട്. ആ വാഗ്ദാനങ്ങൾ നിവർത്തിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവം വാക്ക് മാറാത്തവനാണ്. ക്രിസ്തുവിന് നൽകിയ വാഗ്ദാനങ്ങളുണ്ട്, ഇസ്രായേലിന് നൽകിയ വാഗ്ദാനങ്ങളുണ്ട്. അതൊന്നും അവൻ മാറ്റുകയില്ല. അവൻ ഇന്നലെ ഇന്നും എന്നേക്കും അനന്യൻ, അവൻ്റെ വാക്കുകൾക്കും മാറ്റമില്ല. 2-ാം സങ്കീർത്തനം നമ്മൾ പലപ്പോഴും പരാമർശിക്കാറുണ്ട്. നമുക്ക് 2-ാം സങ്കീർത്തനം വായിക്കുകയാണെന്നുണ്ടെങ്കിൽ 2-ാം സങ്കീർത്തനത്തിൽ 1-2 വാക്യങ്ങൾ, 5-6 വാക്യങ്ങൾ മാത്രം നോക്കുകയാണെങ്കിൽ, അന്ന് അവൻ കോപത്തോടെ അവരോട് അരുളി ചെയ്യും, ക്രോധത്തോടെ അവരെ ഭ്രമിപ്പിക്കും. എന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എന്റെ രാജാവിന് വാഴിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കുക, ഇതൊരു സ്പെസിഫിക് സ്ഥലത്തെക്കുറിച്ചാണ് പറയുന്നത്. എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു. യഹോവ എന്നോട് അരുളി ചെയ്തത്, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു, എന്നോട് ചോദിച്ചു കൊള്ളുക. അപ്പം ശ്രദ്ധിച്ചേ, ദൈവത്തിൻ്റെ പുത്രൻ രാജാവായിട്ട് ഈ ഭൂമിയിൽ ഒരു പ്രത്യേക സ്ഥലത്ത് വാഴും, സിയോനിൽ രാജാവിനെ
വാഴിച്ചിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, നീ എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. ഇരുമ്പുകോൽ കൊണ്ട് നീ അവരെ തകർക്കും, കുശുവന്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും. അപ്പൊ ഇത് നിവൃത്തിയാകണ്ടേ? ഇങ്ങനെ ഒരു രാജാവിനെ വാഴിച്ചിട്ടുണ്ടെങ്കിൽ അവന് അവകാശം കൊടുക്കാം, ഭൂമിയുടെ അറ്റം വരെ കൈവശമായിട്ട് കൊടുക്കാം എന്ന് പറഞ്ഞാൽ അത് നടക്കണമല്ലോ. അതിനാണ് ഒരു സൈഡിൽ നമ്മളതാ കാണേണ്ട, ആ വാഗ്ദാനം നിവർത്തിക്കപ്പെടണം. ഈ പുതിയ നിയമത്തിലേക്ക് വന്നാൽ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 30 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ മറിയയുടെ അടുക്കൽ ദൂതൻ വന്നിട്ട് അവൾക്ക് കൊടുക്കുന്നതിലും വാഗ്ദാനങ്ങളുണ്ട്. ലൂക്കോസ് 1:30 മുതൽ 33 വരെ. ദൂതൻ അവളോട് മറിയമേ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേർ വിളിക്കണം. ഇനിയത്തെ ശ്രദ്ധിക്കുക, അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ അത്യുന്നതന്റെ പുത്രൻ അതെപ്പെടുന്ന നമുക്ക് പ്രശ്നമില്ല. ഇനിയത്തെ നോക്കുക, കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു കാര്യവും നടക്കണം. ദാവീദിന്റെ സിംഹാസനത്തിൽ രാജാവായി എന്നേക്കും രാജാവായി ഇരിക്കുന്ന ഒരു ഭരണ വ്യവസ്ഥ കർത്താവായ യേശുക്രിസ്തുവിന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ യഹൂദന്മാർക്ക് വാഗ്ദാനം ചെയ്തത് അതുപോലെ തന്നെ കർത്താവായ യേശുക്രിസ്തുവിന് വാഗ്ദാനം ചെയ്തത്. നമ്മുടെ കർത്താവ്, വാഴ്ത്തപ്പെട്ട കർത്താവ് അപ്പോസ്തലന്മാർക്ക് ഇത് കുറച്ചുകൂടി ഉറപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ലൂക്കോസ് 22-ാം അധ്യായത്തിലേക്ക് പോയാൽ 29-30 വാക്യങ്ങൾ വായിക്കുമ്പോൾ, എൻ്റെ പിതാവ് എനിക്ക് രാജ്യം നിയമിച്ചു തന്നതുപോലെ ഞാൻ നിങ്ങൾക്കും നിയമിച്ചു തരുന്നു. അപ്പോൾ എനിക്ക് രാജ്യം പിതാവ് നിയമിച്ചു തന്നു എന്ന് പറയുന്നുണ്ടല്ലോ. വായിച്ചേട്ടെ, എൻ്റെ പിതാവ് എനിക്ക് രാജ്യം നിയമിച്ചു തന്നതുപോലെ ഞാൻ നിങ്ങൾക്കും നിയമിച്ചു തരുന്നു. നിങ്ങൾ എൻ്റെ രാജ്യത്തിൽ എൻ്റെ മേശയിങ്കൽ തിന്നുകയും കുടിക്കുകയും സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12-നെയും ന്യായം വിധിക്കുകയും ചെയ്യും. അപ്പൊ ഇതൊക്കെ സംഭവിക്കണ്ടേ? കണ്ടോ, ഇത് ദൈവം ദൂതൻ വഴി മറിയോട് പറഞ്ഞു, യേശു ശിഷ്യന്മാരോട് നേരിട്ട് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഒരു സൽഭരണം ഉണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ പ്രവചനങ്ങളിൽ വെളിപ്പെടുത്തിയിട്ടുള്ളതും യേശു തന്നെ പറഞ്ഞിട്ടുള്ളതും ആണ്. അതുകൊണ്ട് ഈ ദൈവരാജ്യം ആഗോള വ്യാപകമായി ക്രിസ്തുവിൻ്റെ മഹത്വവും തേജസ്സും വെളിപ്പെടുത്താനായിട്ട് പ്രത്യേകം ദൈവം നിർണയിച്ചിട്ടുള്ളതാണ്. ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ടതാണ്. അന്നാണ് പ്രകൃതി മുഴുവനും പാപത്തിൻ്റെ ദാസ്യത്വത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാനായിട്ട് പോകുന്നത്. കാരണം ഇപ്പോൾ പ്രകൃതി എന്ത് ചെയ്യുക? സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. റോമലേഖനം 8-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കുമെന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. അപ്പൊ അതിനൊരു ഈ വാഗ്ദത്തത്തിനൊരു നിവൃത്തി ഉണ്ടാകണ്ടേ എന്ന് പറയാണ്. മനഃപൂർവ്വമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തമത്രേ സർവ്വസൃഷ്ടിയും ഇന്ന് വരെ ഒരുപോലെ ഞെരുങ്ങി ഈറ്റുനോവോടെ ഇരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. സൃഷ്ടിയൊക്കെ ഇങ്ങനെ ഈറ്റുനോവോടെ ഇരിക്കുകയാണ്. കാരണം അവരുടെ യഥാർത്ഥ രാജാവ്, അവരുടെ യഥാർത്ഥ ഉടമ കർത്താവായ യേശുക്രിസ്തുവാണ്, പിതാവായ ദൈവമാണ്. അപ്പോൾ ആ ദൈവത്തിൻ്റെ കീഴിലുള്ള ഒരു സൽഭരണവും ഈ സൃഷ്ടികൾക്ക് ദ്രവത്വത്തിൻ്റെ ദാസ്യത്വത്തിൽ നിന്നുള്ളൊരു വിടുതലും സ്വാതന്ത്ര്യമൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവരിയ്ക്കുന്നത്. അതുപോലെ തന്നെ നമുക്കും നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കാനായിട്ട് കാത്തിരിക്കുന്നത് കൊണ്ട് ഈ ദൈവരാജ്യത്തിൻ്റെ വെളിപ്പാട് സംഭവിക്കുന്നൊരു കാര്യമാണ്. അല്ലാതെ ഇതൊരു ആലങ്കാരിക കാര്യമല്ല. അത് മാത്രമല്ല, നമ്മളെ തന്നെ കർത്താവ് നിരന്തരം പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിച്ചത് എന്താ? ദൈ കിങ്ഡം കം, നിന്റെ രാജ്യം വരണമേ എന്ന് മാത്രമല്ല, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അതിങ്ങനെ വിശുദ്ധന്മാർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു പക്ഷേ ആ വാക്കുകൾ ഇങ്ങനെ ആവർത്തിക്കുന്നില്ലായിരിക്കും, അല്ലേ? നിന്റെ രാജ്യം വരണം, കർത്താവിൻ്റെ പ്രാർത്ഥന അങ്ങനെ വായിച്ച് പറഞ്ഞ് ഒരു ചടങ്ങാകട്ടെ എന്ന് വിചാരിച്ച് ചിലരൊക്കെ അത് അങ്ങനെ തന്നെ പക്ഷെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹം എന്താണ്? ദൈവരാജ്യം വരണം. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ഇഷ്ടം, സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം അല്ലാതെ എന്തെങ്കിലും നടക്കുമോ? വേറെ ഒന്നും നടക്കത്തില്ല. എന്നാൽ ഭൂമിയിൽ ഇപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം അല്ല നടക്കുന്നത്. സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കുന്നത് പോലെ ഭൂമിയിലും ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കണം. ദൈവത്തിൻ്റെ ഇഷ്ടത്താൽ, അതിൻ്റെ പരിജ്ഞാനത്താൽ ഭൂമി നിറയണം എന്ന് നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മനസ്സിൽ ചുമ്മാതെ തോന്നിയ ഒരു പ്രാർത്ഥനയല്ല, അല്ലെങ്കിൽ നമ്മുടെ വെറും ഒരു ആഗ്രഹമല്ല. കർത്താവ് തന്നെ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചതായതുകൊണ്ട് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. ദൈവഹിതപ്രകാരമുള്ളൊരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ഉത്തരം കാണുന്നതാണ് ഈ 1000 ആണ്ട് വാഴ്ചയിൽ. അതിൻ്റെ ഉത്തരമായിട്ടാണ് ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുന്നത്. ഇതാണ് ദൈവഹിതം.
അതുകൊണ്ട് 1000 ആണ്ട് വാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ പ്രാർത്ഥനയുടെ ഉത്തരമായിട്ട് ദൈവം തന്നെ ഒരു സൽഭരണം ഈ ഭൂമിയിൽ സ്ഥാപിക്കുന്നതാണ്. അതിൻ്റെ മറ്റൊരു ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, അത് ഇപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് പഠിക്കാൻ ഒക്കുകയില്ല, എങ്കിലും ഞാനൊന്ന് സൂചിപ്പിച്ച് വെക്കാം. അതായത് മനുഷ്യൻ്റെ ഹൃദയത്തിലിരിക്കുന്ന പാപം എത്ര കഠിനമേറിയ വഞ്ചന നിറഞ്ഞതാണെന്നും മനുഷ്യ ഹൃദയത്തിൻ്റെ വക്രത ദൈവകൃപയില്ലെങ്കിൽ എത്ര ഭയാനകമാണെന്നുള്ളതും നമ്മൾ തിരിച്ചറിയാനായിട്ടുള്ള ഒരു സന്ദർഭവും കൂടിയാണ്. ഞാനെന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ 1000 ആണ്ട് വാഴ്ചയുടെ സമയത്ത് പിശാചിനെ എന്ത് ചെയ്തിരിക്കുകയാണ് ഓർക്കുന്നുണ്ടോ? അവനെ 1000 ആണ്ടത്തേക്ക് ചങ്ങലയിട്ടിട്ട് അഗാധകൂപത്തിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് 1000 ആണ്ട് കഴിയുമ്പോൾ, ഈ വാഴ്ച കഴിയുമ്പോൾ എന്ത് ചെയ്യും? പിശാചിനെ മോചിപ്പിക്കും. മോചിപ്പിച്ച് കഴിയുമ്പോൾ എന്താണ് അവൻ ചെയ്യാൻ പോകുന്നത്? അവൻ ഭൂമിയിലുള്ള ആളുകളെ എല്ലാം കൂടെ കൂട്ടിയിട്ട് ദൈവത്തിനെതിരെ വീണ്ടും സംഘടിക്കുകയാണ്. അപ്പോൾ ഈ സൽഭരണം അനുഭവിച്ച ആളുകൾ വാസ്തവത്തിൽ അത് ഉൾക്കൊണ്ടില്ല. മനസ്സിലായി? മനുഷ്യഹൃദയത്തിൻ്റെ വക്രത, മനുഷ്യഹൃദയത്തിൻ്റെ പാപത്തിൻ്റെ കാഠിന്യം എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണെന്നുള്ളതൊന്ന് വെളിപ്പെടുത്താനും കൂടി ദൈവം ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ളത് ഓർക്കുക. ഞാനത് പിന്നീട് വരുന്ന ക്ലാസ്സിൽ ഈ പിശാചിനെ ബന്ധിച്ച കാര്യവും അവൻ പിന്നെ മത്സരിക്കുന്ന കാര്യമൊക്കെ ഇനി പഠിക്കാൻ പോകുന്നുണ്ട്, 4ാമത്തെ സംഭവമായിട്ട്. അപ്പോൾ അത് കൂടുതൽ വിശദീകരിക്കാം. നമുക്ക് 20-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിലേക്ക് വരാം. 5-ാം വാക്യം: ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയെയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവിച്ച 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടി വാണു. മരിച്ചവരിൽ ശേഷമുള്ളവരും 1000 ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല. ഇത് 1-ാമത്തെ പുനരുത്ഥാനം. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് മഹോപദ്രവ കാലത്ത് യേശുവിൻ്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ട രക്തസാക്ഷികൾ ഈ സമയം മരണം വിട്ട് ഉയർത്തെഴുന്നേറ്റ് വരും. ആ വരുന്ന വിശുദ്ധന്മാർക്ക് പ്രതിഫലങ്ങളും തേജസ്സിൻ്റെ സിംഹാസനങ്ങളും ഒക്കെ നൽകപ്പെടും. ദൈവസഭയും ഈ ഭരണത്തിൽ പങ്കാളികളാകും. അതുകൊണ്ടാണ് 1000 വിശുദ്ധന്മാരുടെ കൂടെ കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് നമ്മൾ കണ്ടത്. മാത്രമല്ല, സ്വർഗത്തിൽ നമ്മൾ 24 മൂപ്പന്മാരെ കാണുന്നുണ്ട്. ആ 24 മൂപ്പന്മാർ ദൈവസഭയുടെ പ്രതീകമാണെന്ന് നേരത്തെ പഠിച്ചത് ഓർക്കുന്നുണ്ടാകും. അപ്പോൾ അവിടെ സ്വർഗത്തിൽ നടക്കുന്നതിൽ ആരാധനയുടെ ചിത്രങ്ങളൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മളീ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും തന്നെ ആളുകൾക്ക് പ്രതീകാത്മകവും ആത്മീയവൽക്കരിക്കപ്പെട്ടതും മാത്രമായതുകൊണ്ട് ആക്ഷരികമായിട്ട് ഇങ്ങനെയൊന്നും സംഭവിക്കുന്നൊരു ധാരണയില്ലെന്ന് തോന്നുന്നു. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കും വ്യാഖ്യാതാക്കൾക്ക് മേയാൻ ഇട കിട്ടുന്നതും. നമുക്ക് 1-2 വാക്യങ്ങളൊന്ന് വായിക്കുകയാണെങ്കിൽ 5-ാം അധ്യായം, വെളിപ്പാട് 5-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങൾ വായിക്കുമ്പോൾ, നീ അറുക്കപ്പെട്ടു, പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിക്കുവാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട്. ഭൂമിയിൽ അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ടവർ പാടുന്നു. അപ്പോൾ അവരുടെ ദർശനത്തിൽ, വെളിപ്പാടിൽ കാണുകയാണ് എന്ത്? 1000 ആണ്ട് വാഴ്ചയുടെ സമയത്ത് അവർ ഭൂമിയിൽ വാഴുന്നു. അപ്പോൾ നമ്മളതും ആത്മീയവൽക്കരിച്ച് കളഞ്ഞേക്കുന്നത് കൊണ്ട് അല്ല, ഭൂമിയിൽ അങ്ങനെ ഒരു വാഴ്ച ഉണ്ട് എന്നീ ആരാധനയിൽ തന്നെ ഉണ്ട് കേട്ടോ. ആരാധനാ ഗാനത്തിൽ തന്നെ നമ്മൾ അതൊക്കെ ഒന്ന് അടി വരച്ച് സൂക്ഷിക്കണം. അവരെ രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി, രാജ്യവും പുരോഹിതന്മാരും എന്ന് പറഞ്ഞാൽ കിങ്സ് ആൻഡ് പ്രീസ്റ്റ്, രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഒരു സമാശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെല്ലാം പുരോഹിതന്മാരാണ്, നമ്മളെല്ലാം രാജാക്കന്മാരാണ്. പക്ഷെ നമ്മൾ എന്തിനേലും വാഴുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പലതും നമ്മളെ കയറി വാഴുക ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നമ്മുടെ ദുരനുഭവം എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഭൂമിയിൽ നാം രാജാക്കന്മാരായി വാഴുന്ന ഒരു കാലം ദൈവം വിഭാവന ചെയ്തിട്ടുണ്ട്. അത് 1000 ആണ്ട് വാഴ്ചയിലാണ്. 2-ാം അധ്യായത്തിൻ്റെ 26-27 വാക്യങ്ങളും നോക്കിയാട്ടെ. വെളിപ്പാട് 2-ാം അധ്യായത്തിൻ്റെ 26. ഞാൻ ജയിക്കുകയും തുയഥൈര സഭയ്ക്ക് എഴുതിയപ്പോൾ പറഞ്ഞതാണ്, ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. അവൻ ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയ്ക്കും. അവർ കുശവന്റെ പാത്രങ്ങൾ പോലെ നുറുങ്ങിപ്പോകും. അപ്പൊ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അത് ഉപയോഗിക്കാൻ ഒരു അവസരം വരണമല്ലോ. അതിനാണ് ഭൂമിയിലേക്ക് വരുന്നത്. 3-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം നോക്കിയാട്ടെ. ലവുദിക്യ സഭയോട് പറഞ്ഞപ്പോൾ, ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ
എൻ്റെ സിംഹാസനത്തിൽ. ഇതെല്ലാം നമ്മൾ തികച്ചും അങ്ങ് ആത്മീയവൽക്കരിച്ച് കളഞ്ഞു, അതാണ് കുഴപ്പം. ജയിക്കുന്നവന് ഞാൻ എന്നോട് കൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ലവോദിക്ക സഭയോട് പറഞ്ഞു, തുയഥൈര സഭയോട് പറഞ്ഞു, പല സഭകളോടും പറയുന്നുണ്ട്, ജയിച്ചു വാ, നമുക്ക് ഒരുമിച്ച് ഈ സിംഹാസനത്തിലിരുന്ന് ജാതികളെ വാഴാം. അപ്പം അതൊക്കെ കൃത്യമായിട്ട് നടക്കുന്ന കാര്യങ്ങളായതുകൊണ്ടല്ലേ. നമുക്കിനി ലേഖനങ്ങളിലേക്ക് പോയി നോക്കിയാൽ 2 തിമോത്തി 2-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങൾ വായിച്ചാൽ, നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കും, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. അവൻ്റെ കൂടെ, അത് നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? നാം ഇപ്പോൾ സഹിക്കുന്നു, എന്തിനാണ്? അവൻ്റെ കൂടെ വാഴാൻ. അവനും സഹിച്ചു, അവൻ ഉയർത്തെഴുന്നേറ്റു, അവനിപ്പോൾ വാഴുന്നു, നാമും അവൻ്റെ കൂടെ വാഴി. 2 തിമോത്തി, നാം അവനോട് കൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. അപ്പം 1 തെസ്സലോനിക്ക ലേഖനം 4:17, ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും എന്നൊരു വാക്യമുണ്ടല്ലോ. 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 18 വരെ വായിക്കേണ്ടതാണ്. 17 മാത്രം നമ്മൾ വായിക്കുകയാണെങ്കിൽ, ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. അപ്പോൾ കർത്താവ് ഭൂമിയിൽ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മളുമുണ്ട്, അവൻ്റെ കൂടെ നമ്മളും വാഴുകയും അവൻ്റെ കൂടെ നമ്മൾ ഇരിക്കുകയും ചെയ്യുകയാണ് എന്ന് ഓർക്കണം. വായിച്ചോ, 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം. ഇങ്ങനെ നാം പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിൻ്റെ കൂടെ ഇരിക്കും. അപ്പോൾ കർത്താവ് ഭൂമിയിൽ വന്ന് വാഴുമ്പം അവൻ്റെ കൂടെയും നമ്മളുണ്ടായിരിക്കും. അവൻ്റെ ഭരണ പങ്കാളിത്തത്തിൽ നമുക്കുമൊക്കെ ഒരു ഭാഗമുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ചില വ്യാഖ്യാതാക്കൾ വിശ്വസിക്കുന്നത് പഴയ നിയമ വിശുദ്ധന്മാരും 1-ാം പുനരുദ്ധാനത്തിൻ്റെ ഭാഗമായിട്ട് 1000 ആണ്ട് വാഴ്ചയിൽ കാണുമെന്നാണ്. അതിനവർ ആധാരമായിട്ട് പറയുന്നത് ഡാനിയേൽ പ്രവചനം 12-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 4 വാക്യങ്ങളാണ്. നമുക്ക് 2-3 വാക്യങ്ങൾ മാത്രം വേണമെങ്കിൽ ഒന്ന് നോക്കാം. ഡാനിയേൽ പ്രവചനം 12-ാം അധ്യായത്തിൻ്റെ 2-3. അന്ന് നിന്റെ ജനം പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും തന്നെ രക്ഷ പ്രാപിക്കും. നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായി ഉണരും. എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിന്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും. അപ്പോൾ അങ്ങനെ പഴയ നിയമ വിശുദ്ധന്മാരും ഉണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് പ്രശ്നമൊന്നുമില്ല, അവരും വന്നോട്ടെ, നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച്. അപ്പോൾ അവരുണ്ടെന്നോ ഇല്ലെന്നോ ഒന്നും വ്യാഖ്യാനിക്കാനായിട്ടല്ല. നാം മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഒരു 1000 ആണ്ട് വാഴ്ച ഉണ്ട്, അത് ആക്ഷരികമായിട്ട് തന്നെ ഉള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഉയർപ്പെന്ന് പറയുന്നൊരു കാര്യമുണ്ട്. മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ് വരും. വേദപുസ്തകത്തിൽ നാം ഉയർപ്പിനെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തിട്ട്, ഒരു സ്ഥലത്തും ജനറൽ റിസറക്ഷൻ, പൊതുവിലുള്ള ഉയർപ്പ് എന്നൊരു പ്രയോഗമില്ല. ഞാൻ പറഞ്ഞു ശ്രദ്ധിച്ചോ? പൊതുവിൽ എല്ലാവരും അങ്ങ് ഉയർത്തെഴുന്നേൽക്കും. ജനറൽ അങ്ങനെ ഉണ്ടോ? ജനറൽ റിസറക്ഷൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. എല്ലാവരും അങ്ങ് ഉയർത്തെഴുന്നേൽക്കും, പൊതുവിൽ അങ്ങ് ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞിട്ടില്ല. വേദപുസ്തകം വളരെ കൃത്യമായിട്ടാണ് ഉയർപ്പിനെ കുറിച്ച് പറയുന്നത്. എങ്ങനെ? 2 ഉയർപ്പുകൾ ഉണ്ട്. 1-ാം പുനരുദ്ധാനം, 2-ാം പുനരുദ്ധാനം, അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? 1-ാം പുനരുദ്ധാനം, അതിൽ പങ്കുള്ളവൻ ഭാഗ്യവാൻ. 2-ാം പുനരുദ്ധാനം, 2 പുനരുദ്ധാനങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായിട്ടാണ് പറയുന്നത്. 1-ാം പുനരുദ്ധാനം ആർക്കുള്ളതാണ്? രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്കുള്ളതാണ്, അല്ലെങ്കിൽ സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആളുകൾക്കുള്ളതാണ്. അവർക്കുള്ളതാണ് 1-ാമത്തെ പുനരുദ്ധാനം. അവർ പുനരുദ്ധാനം ചെയ്യുന്നത് അനുഗ്രഹത്തിലേക്കാണ്. 20-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം, ഇത് 1-ാമത്തെ പുനരുദ്ധാനം. 1-ാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. എന്താണ് അവരുടെ അനുഗ്രഹം? അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. ഇത് 1-ാമത്തെ പുനരുദ്ധാനം. 1-ാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ 2-ാം മരണത്തിന് അധികാരമില്ല. അപ്പോൾ 1-ാം പുനരുദ്ധാനം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് വിശുദ്ധന്മാരുടെ, ദൈവമക്കളുടെ, യേശുക്രിസ്തുവുമായിട്ട് ബന്ധമുള്ള ആളുകളുടെ പുനരുദ്ധാനമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2-ാമതൊരു പുനരുദ്ധാനമുണ്ട്. 1-ാം പുനരുദ്ധാനം ഉണ്ടെങ്കിൽ 2-ാമത്തെ പുനരുദ്ധാനമുണ്ട്. അതാരുടേതാണ്? രക്ഷയുടെ അനുഭവത്തിൽ എത്താത്ത, ദൈവം ഇത്രയും അവസരങ്ങളൊക്കെ കൊടുത്തിട്ടും ആ അനുഭവത്തിലേക്ക് എത്താത്ത പാപികളായിട്ട് തന്നെ ഈ ലോകത്തിൽ തുടർന്ന ആളുകളുടെ പുനരുദ്ധാനമാണ് എന്ന് അറിഞ്ഞിരിക്കണം. അവരെന്തിനാണ് ഉയർത്തെഴുന്നേറ്റ് വരുന്നത്? അവർ ന്യായവിധിക്കായിട്ടാണ് ഉയർത്തെഴുന്നേറ്റ് വരുന്നത്. 20-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം വായിക്കുകയാണെങ്കിൽ, മരിച്ചവർ ആബാലവൃദ്ധം. മരിച്ചവർ എന്ന് പറഞ്ഞാൽ വിശുദ്ധന്മാർ 1-ാം പുനരുദ്ധാനത്തിൽ പോയി. പിന്നെ ബാക്കിയുള്ള മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക്
അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. 14-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. അപ്പോൾ ഇവിടെ പ്രായോഗികമായിട്ട് ഞാൻ നിങ്ങൾക്കൊരു ഉപദേശം നൽകാൻ ആഗ്രഹിക്കുകയാണ്. അതായത് 2 പുനരുദ്ധാനങ്ങൾ. ഒന്നാം പുനരുദ്ധാനം വിശുദ്ധന്മാരുടേതാണ്. അതിൽ പങ്കുള്ളവർ ഭാഗ്യവാന്മാരാണ്, വിശുദ്ധന്മാരാണ്. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ പുനരുദ്ധാനം ആരുടേതാണ്? പാപികളുടെ, അശുദ്ധന്മാരായ, യേശുവിനോട് ബന്ധപ്പെടാതിരുന്ന ആളുകളുടെയാണ്. അവരെന്തിനാണ് ഉയർത്തെഴുന്നേറ്റ് വരുന്നത്? ഒന്നാം പുനരുദ്ധാനത്തിൽ എഴുന്നേറ്റ് വരുന്ന 1000 ആണ്ട് വാഴ്ചയിൽ കർത്താവിൻ്റെ കൂടെ പങ്കാളികളാകാനാണെങ്കിൽ രണ്ടാം പുനരുദ്ധാനത്തിൽ എഴുന്നേറ്റ് വരുന്നത് ന്യായവിധിക്കായിട്ടാണ്. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത എല്ലാവരും രണ്ടാം പുനരുദ്ധാനത്തിലാണ് എഴുന്നേറ്റ് വരുന്നത്. അവർ വെള്ളസിംഹാസനത്തിന് മുമ്പിൽ പോയി അവരുടെ കുറ്റം എന്താണെന്ന് മനസ്സിലാക്കി ശിക്ഷ ഏറ്റുവാങ്ങി നിത്യ നരകത്തിലേക്ക്, തീപ്പൊയ്കയിലേക്ക് പോകേണ്ടതായിട്ട് വരും. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ അറിവിന് വേണ്ടിയും നമ്മളുടെ മാനസാന്തരത്തിന് വേണ്ടിയും ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്താമെന്നാണ് പറഞ്ഞത്. അതെന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യർക്ക് 2 പ്രാവശ്യം ജനിക്കാം. ഒരു പ്രാവശ്യം അമ്മയിൽ നിന്ന് ജനിക്കാം, രണ്ടാമത് എവിടെ നിന്ന് ജനിക്കാം? ദൈവത്തിൽ നിന്ന് ജനിക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങൾ വായിക്കുകയാണെങ്കിൽ, അവനെ കൈക്കൊണ്ട്, എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അതെല്ലാവർക്കും അറിയാം. അതിന് അടുത്ത വാക്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അവർ രക്തത്തിൽ നിന്നല്ല, ആ അധികാരം ഉപയോഗിച്ചവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. അപ്പൊ അങ്ങനെ ദൈവത്തിൽ നിന്ന് ജനിക്കാം. ഇതാണ് 3-ാം അധ്യായത്തിൽ, യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നിക്കോദിമോസിനോട് യേശു സംസാരിച്ചപ്പോൾ നീ പുതുതായി ജനിക്കണം എന്ന് പറഞ്ഞത്. അവ 2 ജനനങ്ങൾ നമുക്കുണ്ട്. പക്ഷേ എനിക്ക് 2 ജനനം വേണ്ട, ഒരു ജനനം മതി എന്ന് തീരുമാനിക്കുന്നവരുമുണ്ട്. അപ്പം 2 പ്രാവശ്യം ജനിച്ചവരുമുണ്ട്, 1 പ്രാവശ്യം മാത്രം ജനിച്ചവരുമുണ്ട്. അപ്പോൾ ഇവരുടെ മുമ്പോട്ടുള്ള ഗതി നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ 2 പ്രാവശ്യം ജനിച്ച ആളുകൾക്ക് 1 പ്രാവശ്യം മാത്രം മരിച്ചാൽ മതി. അതായത് അവരുടെ ശരീരം മാത്രം മരിച്ചാൽ മതി, അല്ലേ? അവർക്ക് 1-ാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കാളിത്തമുണ്ട്. അവർക്ക് ന്യായവിധിയില്ല, അവർക്ക് ശിക്ഷാവിധിയില്ല. അവർ നിത്യത ദൈവത്തോടൊപ്പം കഴിക്കും. ശ്രദ്ധിച്ചോ? 2 പ്രാവശ്യം ജനിച്ച ഒരാൾക്ക് 1 മരണം മാത്രമേ ഉള്ളൂ. അവർക്ക് 1-ാം പുനരുദ്ധാനത്തിൽ പങ്ക്, ന്യായവിധിയില്ല, ശിക്ഷാവിധിയില്ല. അവരുടെ നിത്യത അവർ ദൈവത്തോടൊപ്പം ചിലവഴിക്കും. എന്നാൽ ഇതൊന്നും എനിക്ക് വേണ്ട, ഞാൻ ജനിച്ചു, അത് മതി, ഞാൻ ജനിച്ചു, ഞാൻ മരിച്ചു, 1 ജനനം മാത്രം. അങ്ങനെ 1 ജനനം മാത്രം ഉള്ള ആളുകൾക്ക് 2 മരണമുണ്ട്. 1 ശരീരത്തിൻ്റെ മരണം, 2 നിത്യ മരണം. അവർക്ക് 2-ാം പുനരുദ്ധാനത്തിലാണ് പങ്കാളിത്തം. 2-ാം പുനരുദ്ധാനത്തിൽ അവർ ഉയർത്തെഴുന്നേറ്റ് വരുന്നത് തന്നെ ന്യായവിധി, ശിക്ഷാവിധിയുടെ മുമ്പിൽ, ആ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കാനായിട്ടാണ്. അവർ ന്യായം വിധിക്കപ്പെടും, അവർ ശിക്ഷ വിധിക്കപ്പെടും, അവർ ശിക്ഷ ഏറ്റുവാങ്ങും. അവരുടെ ശിക്ഷ നിത്യ നരകത്തിലാണ്. അവരെ നിത്യനരകത്തിലേക്ക് തള്ളിയിടും. ഈ തീപ്പൊയ്കയാണ് 2-ാമത്തെ മരണം. അതുകൊണ്ട് നമുക്ക് എപ്പോഴും നല്ലത് എന്താ? 2 ജനനം, 1 മരണം, അല്ലേ? അതുകൊണ്ട് ആരെങ്കിലും ഇതുവരെ 2-ാമത്തെ പുതുതായി ജനിക്കാത്തവരുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ബുദ്ധി ഉപദേശിക്കുകയാണ്, പുതുജന്മം പ്രാപിക്കണം. അപ്പോൾ 1 മരണം മാത്രം, 2-ാം മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പോകുവാനായിട്ട് നമുക്ക് കഴിയും. ഇതിൻ്റെ കൂടെ യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 28-29 വാക്യങ്ങളും ഡാനിയേൽ പ്രവചനം 12-ന്റെ 2 കൂടെ ചേർത്ത് വായിച്ചാൽ കുറേ കൂടെ ക്ലാരിറ്റി കിട്ടും. യോഹന്നാൻ്റെ സുവിശേഷം 5-ന്റെ 28-29, കല്ലറകളിലുള്ളവരെല്ലാവരും അവൻ്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു എന്ന് കർത്താവ് തന്നെ പറഞ്ഞത്. ഇതിങ്കൽ ആശ്ചര്യപ്പെടരുത്. കല്ലറകളിലുള്ളവർ എല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. അപ്പൊ രണ്ട് പുനരുദ്ധാനങ്ങളെ കുറിച്ച് അവിടെ പറയുന്നുണ്ടല്ലോ. നന്മ ചെയ്തവരുടെ പുനരുദ്ധാനം, അല്ലേ? കണ്ടില്ലേ? അവരുടെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും. 2 പുനരുദ്ധാനങ്ങൾ. 1-ാം പുനരുദ്ധാനം, 2-ാം പുനരുദ്ധാനം. ഈ കർത്താവ് പറയുമ്പം പലപ്പോഴും 1, 2 എന്നൊന്നും പറയുകയല്ല. നമ്മളത് 1, 2 ഒക്കെ ആയിട്ട് തിരിച്ചെടുത്തോണം. ഇതിനകത്തുണ്ടായിരുന്നു, അല്ലേ? ജീവനായിട്ട് പുനരുദ്ധാനം ചെയ്യുന്നവർ, ന്യായവിധിക്കായിട്ട് പുനരുദ്ധാനം ചെയ്യുന്നവർ. 2 പുനരുദ്ധാനങ്ങൾ. നമുക്ക് ഡാനിയേൽ പ്രവചനം 12-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം വായിക്കുകയാണെങ്കിൽ, നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും എന്ന് പറഞ്ഞാൽ മരിച്ചവർ എന്നല്ലേ എൻ്റെ അർത്ഥം. നിലത്തിലെ, അല്ലേ, പൊടിയിൽ നിദ്ര കൊള്ളുന്ന, നിദ്ര മരണത്തെ കാണിക്കുന്ന, മരിച്ച് അടക്കപ്പെട്ട പലരും
ചിലർ നിത്യജീവനായും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായും ഉണരും. കണ്ടോ? അപ്പോൾ പുനരുത്ഥാനം രണ്ടെണ്ണമാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? ചിലർ ഉണർന്നു വരുന്നത്, ലജ്ജയ്ക്കും എഴുന്നേൽക്കുന്നത്, ചിലർ നിത്യജീവനായി ചിലർ നിത്യജീവനായി, ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായും ഉണരും. അപ്പോൾ ആ രണ്ട് ചിലർ, ഒന്നാം പുനരുത്ഥാനം, രണ്ടാം പുനരുത്ഥാനം. അപ്പോൾ ഈ വാക്യങ്ങളെല്ലാം കാണിക്കുന്നത് there are two resurrections. ഒന്നാം പുനരുത്ഥാനമുണ്ട്, രണ്ടാം പുനരുത്ഥാനമുണ്ട് എന്ന് വ്യക്തം. ഒന്നാമത്തെ പുനരുത്ഥാനം കഴിഞ്ഞ് എത്ര കാലം കഴിഞ്ഞിട്ടാണ് രണ്ടാം പുനരുത്ഥാനം? രണ്ടും ഒരുമിച്ചല്ല, അത് ശ്രദ്ധിക്കണം. രണ്ട് പുനരുത്ഥാനം രണ്ടുണ്ട്, അപ്പോൾ ഉടനെ ടക്ക് ടക്ക് അങ്ങനെയല്ല. ഒന്നാം പുനരുത്ഥാനം കഴിഞ്ഞിട്ട് എത്ര കാലം കഴിഞ്ഞിട്ടാണ്? 1000 ആണ്ട് കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ പുനരുത്ഥാനം. കാരണം ഒന്നാം പുനരുത്ഥാനം 1000 ആണ്ട് വാഴ്ചയ്ക്ക് വേണ്ടി എഴുന്നേറ്റ് വരുന്നതാണ്. 1000 ആണ്ട് കഴിഞ്ഞിട്ടാണ് രണ്ടാം പുനരുത്ഥാനം. മനസ്സിലായല്ലോ? അപ്പോൾ ഈ രണ്ട് പുനരുത്ഥാനങ്ങളും തമ്മിൽ 1000 വർഷത്തെ അന്തരമുണ്ട് എന്ന് ഓർത്തിരിക്കണം. ഈ 1000 ആണ്ടാണ് 1000 ആണ്ട് വാഴ്ച നടക്കുന്ന സമയം. രണ്ട് പുനരുത്ഥാനങ്ങൾ തമ്മിൽ ഒരു ഗ്യാപ്പുണ്ട്. 6-ാം വാക്യം, 20-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്ക് ലഭിക്കുന്നവർക്കുള്ള പ്രത്യേക അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ, ഇത് ഒന്നാമത്തെ പുനരുത്ഥാനം. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോട് കൂടെ 1000 ആണ്ട് വാഴും. ഇപ്പൊ വായിച്ച വാക്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നതിന്റെ അർത്ഥം മനസ്സിലാകും. ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോട് കൂടെ 1000 ആണ്ട്. 1000 ആണ്ട്. അപ്പോൾ ആ 1000 ആണ്ട് വാഴ്ചയ്ക്ക് വേണ്ടിയാണ് ഒന്നാം പുനരുത്ഥാനത്തിൽ എഴുന്നേറ്റ് വന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് അവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഈ വാക്യത്തിനകത്തുണ്ട്. ഈ അനുഗ്രഹങ്ങൾ അവരുടെ നേട്ടമല്ല കേട്ടോ, അവർ നേടിയെടുത്തതല്ല. അങ്ങനെ ഒരിക്കലും കരുതരുത്. ഒരു വിശ്വാസിക്കും ക്രിസ്തുവിൽ ഒരു നേട്ടവും ഉണ്ടാക്കാനായിട്ട് സാധിക്കത്തില്ല. പക്ഷേ അവർക്ക് പ്രാപിക്കാൻ സാധിക്കും. കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ അവർ നേടിയെടുക്കുന്നതല്ല, ആ കൃപയാൽ കർത്താവിങ്കിൽ നിന്ന് ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നമുക്ക് കർത്താവിൽ നിന്നൊക്കെ പ്രാപിക്കാം. ഞാൻ നേടിയെടുത്ത് കളയും എന്നാർക്കും പറയാനായിട്ട് സാധിക്കത്തില്ല. എല്ലാം കർത്താവിൻ്റെ കൃപയാൽ പ്രാപിക്കുന്നത് മാത്രമാണ്. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞത് ശ്രദ്ധിച്ച് കാണുമല്ലോ. വെളിപ്പാട് പുസ്തകത്തിൽ 7 ഭാഗ്യവാന്മാരെ കുറിച്ച് പഠിക്കുന്നുണ്ട് എന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതിൽ 5-ാമത്തേതാണ് ഈ ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞത്. 6-ാമത്തെയും 7-ാമത്തെയും ഞാൻ ഉടനെ തന്നെ വരുന്നുണ്ട്. 6-ാമത്തെയും 7-ാമത്തെയും ഭാഗ്യാവസ്ഥ 22-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിലും 14-ാം വാക്യത്തിലുമാണ് നാം കാണുന്നത്. 22-ന്റെ 7-ൽ 6-ാമത്തേത് എന്താണെന്ന് നോക്കി, ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു, ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. കണ്ടോ? പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. 14-ാം വാക്യത്തിലാണ് ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. വസ്ത്രം അലക്കുക എന്ന് പറഞ്ഞാലും they that do his commandments, അവൻ്റെ വചനം പ്രമാണിക്കുന്നവർ എന്ന് തന്നെയാണ് അർത്ഥം. അതുകൊണ്ട് ഈ 5, 6, 7 അനുഗ്രഹങ്ങൾ, 5-ാമത്തെ അനുഗ്രഹം, 6-ാമത്തെ അനുഗ്രഹം, 7-ാമത്തെ അല്ലെങ്കിൽ ഭാഗ്യവാന്മാർ, ഈ 3 ഭാഗ്യവാന്മാരുടെ അവസ്ഥ നമ്മൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും ദൈവത്തിൻ്റെ വചനം പ്രമാണിച്ചവരാണ്. അല്ലേ? ദൈവവചനം മാനിച്ചവർ, ദൈവവചനം പ്രമാണിച്ചവർ. അവരങ്ങനെ ദൈവത്തിൻ്റെ വചനം പ്രമാണിച്ചത് കൊണ്ട് അവർ ക്രിസ്തുവിൻ്റെ തേജസ്സിൽ അവകാശികളായി തീർന്നു. ക്രിസ്തുവിനെ പോലെ അവരും തേജസ്സുള്ളവരായി തീർന്നു. അവർ ക്രിസ്തുവിൻ്റെ കൂടെ രാജാക്കന്മാരും പുരോഹിതന്മാരുമായിട്ട് വാഴും. രണ്ടാം മരണത്തിന് അവരുടെ മേൽ അധികാരം ഉണ്ടാവുകയില്ല. അവർ നിത്യജീവൻ്റെ ഉടമകളായിരിക്കും. തീപ്പൊയ്കയാകുന്ന രണ്ടാം മരണത്തിലേക്ക് അവർ പോകേണ്ടതായിട്ട് ഇല്ല എന്നുള്ള കാര്യം നമുക്കൊന്നുകൂടെ ഓർക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ സഹസ്രാബ്ദ വാഴ്ചയോടുള്ള ബന്ധത്തിൽ പലരും ചോദിക്കുന്നതും നാം ചിന്തിക്കേണ്ടതുമായിട്ടുള്ളതും കൂടി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. ഈ സഹസ്രാബ്ദ വാഴ്ചയുടെ സമയത്ത് ഭൂമിയിൽ ആരാ ഉണ്ടായിരിക്കുക? അങ്ങനൊരു ചോദ്യം പലരുടെയും മനസ്സിലുണ്ട്. ഈ ഭൂമിയിൽ ഈ വാഴാൻ വന്ന വിശുദ്ധന്മാരും കർത്താവും മാത്രമാണോ, അതോ വേറെ ആരെങ്കിലും ഉണ്ടാകുമോ എന്നൊരു ചോദ്യം പലർക്കും ഉണ്ട്. ആരാണ് ഭൂമിയിൽ ഉണ്ടായിരിക്കുക? ഒന്നാമത്, തേജസ്കരിക്കപ്പെട്ട വിശുദ്ധന്മാർ കർത്താവിനോട് കൂടെ ഉണ്ട് എന്നുള്ളത് ഇതിനോടകം പല പ്രാവശ്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. അതുകൊണ്ട് എന്തുറപ്പാണ്? കർത്താവിൻ്റെ കൂടെ വിശുദ്ധന്മാരുണ്ട്, അല്ലെങ്കിൽ തേജസ്കരിക്കപ്പെട്ട സഭ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. എന്നാൽ അവരെ കൂടാതെ വേറെ ആരെങ്കിലും ഈ ലോകത്തിലുണ്ടാകുമോ? തീർച്ചയായിട്ടും ഈ ലോകരാജ്യങ്ങളിലെ പൗരന്മാർ എല്ലാം ഉണ്ടാകും. അവർ ക്രിസ്തുവിൻ്റെ രാജ്യത്വം അംഗീകരിച്ച്, നമ്മൾ നേരത്തെ വായിച്ച വാക്യങ്ങൾ മറക്കരുത്, ജാതികളെ ഭരിക്കും, അല്ലേ, ഇരുമ്പുകോൽ കൊണ്ട് മേയ്ക്കും എന്നൊക്കെ പറഞ്ഞതൊക്കെ ഓർക്കുന്നുണ്ടോ? അപ്പോൾ ഭരിക്കാൻ വന്നവരാണ്
ക്രിസ്തുവിനോടുകൂടെ തേജസ്കരിക്കപ്പെട്ട് വന്നിരിക്കുന്ന ആളുകളും. എന്നാൽ ഭരിക്കുന്നവരുണ്ട്, ഭരിക്കപ്പെടുന്ന ആളുകൾ. അതാരാണ്? ഈ ലോകരാജ്യങ്ങളിലുള്ള പൗരന്മാരാണ്. അവരുണ്ടാകും. അവർ ക്രിസ്തുവിൻ്റെ രാജ്യത്വം അംഗീകരിച്ച് അതിന് കീഴ്പ്പെട്ട് ക്രിസ്തുവിനെ വണങ്ങി ജീവിക്കുന്നവർ ആയിരിക്കും. നമുക്ക് ധാരാളം വാക്യങ്ങൾ അതിന് ഉണ്ട്. ഞാൻ 1-2 വായിപ്പിക്കാം. മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ 31 മുതൽ 40 വരെ വായിക്കണം. നമുക്ക് 31 മുതൽ 34 വരെ മാത്രം ഇപ്പോൾ വായിക്കാം. മത്തായി സുവിശേഷം 25-ാം അധ്യായം 31-ാം വാക്യം മനുഷ്യപുത്രൻ 34 വരെ. ഓക്കെ. തന്റെ തേജസ്സോടെ സകല വിശുദ്ധന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിലിരിക്കും. സകല ജാതികളെയും അവന്റെ മുൻപിൽ കൂട്ടും. അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ച് ചെമ്മരിയാടുകളെ തന്റെ വലത്തും കോലാടുകളെ ഇടത്തു നിർത്തും. രാജാവ് തന്റെ വലത്തുള്ളവരോട് അരുളി ചെയ്യും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ. അപ്പോൾ അങ്ങനെ കണ്ടോ, അവകാശമാക്കുന്ന ആളുകളുമുണ്ട്, അല്ലാത്ത ആളുകളുമുണ്ട്. 2 കൂട്ടം ആളുകൾ ഉണ്ട്. 8-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം നോക്കിയാട്ടെ. മത്തായി 8-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം അതിൻ്റെ കൂടെ ചേർത്ത് വായിക്കുമ്പോൾ എന്താണ് അവിടെയും നമുക്ക് ഇതിനോട് ചേർന്നൊരു ആലോചന കാണാനായിട്ട് സാധിക്കും. മത്തായി 8-ന്റെ കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്ന് അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ പന്തികരിക്കും. അപ്പം ആളുകൾ ഒരുപാട് ഈ ഭൂമിയിൽ ഉണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഈ സമയത്ത് ഭൂമിയും സൃഷ്ടികളും ഒക്കെ അതിൻ്റെ പരിപൂർണ അവസ്ഥയിലേക്ക് മടങ്ങി വരും. വീഴ്ചയ്ക്ക് മുമ്പുണ്ടായിരുന്ന മഹത്വത്തിലേക്ക് മടങ്ങി വരും. അതുകൊണ്ടാണല്ലോ നമ്മൾ നേരത്തെ സൃഷ്ടിയുടെ ദ്രവത്വത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പിനെ കുറിച്ചുള്ള വാക്യമൊക്കെ റോമാലേഖനത്തിൽ നിന്ന് വായിച്ചത്. അതുകൊണ്ട് മനുഷ്യർക്ക് ഈ സമയത്ത് ദീർഘായുസ് ഉണ്ടാകും. അവർ പഴയ ഈ കാലഘട്ടത്തിലെ പോലെ ആയിരിക്കുകയല്ല. യെശയ്യാ-പ്രവാചകന്റെ പുസ്തകം 65-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ മുഴുവൻ വായിക്കാൻ സമയം പോരെങ്കിൽ നമുക്ക് 20-ാം വാക്യം മുതൽ വായിച്ചാൽ, കുറേ ദിവസം മാത്രം ജീവിക്കുന്ന കുട്ടിയും ആയുസ് തികയാത്ത വൃദ്ധനും അവിടെ ഇനി ഉണ്ടാകുകയില്ല. ബാലൻ 100 വയസ്സ് പ്രായമുള്ളവനായി മരിക്കും. പാപിയോ 100 വയസ്സുള്ളവനായിരുന്നാലും ശപിക്കപ്പെട്ടവൻ എന്നേ വരൂ. 22-ാം വാക്യം, എൻ്റെ ജനത്തിന്റെ ആയുസ് വൃക്ഷത്തിന്റെ ആയുസ് പോലെയാകും. അവർ പണിയുകയും മറ്റൊരുത്തൻ പാർക്കും എന്ന് വരികയില്ല. അവർ നടുക മറ്റൊരുത്തൻ തിന്നുക എന്നും വരികയില്ല. എൻ്റെ ജനത്തിന്റെ ആയുസ് വൃക്ഷത്തിന്റെ ആയുസ് പോലെയാകും. എൻ്റെ വൃദ്ധന്മാർ തന്നെ തങ്ങളുടെ അധ്വാന ഫലം അനുഭവിക്കും. അവർ വൃദ്ധാധ്വാനിക്കുകയില്ല, ആപത്തിനായിട്ട് പ്രസവിക്കുകയുമില്ല. അവർ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരുടെ സന്തതിയല്ലോ. അവരുടെ സന്താനം അവരോട് കൂടെയിരിക്കും. അവർ വിളിക്കുന്നതിന് മുമ്പേ ഞാൻ ഉത്തരമരുളും. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ കേൾക്കും. ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് മേയും. 25-ാം വാക്യം ശ്രദ്ധിക്കുക. ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് മേയും. സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നും. സർപ്പത്തിന് പൊടി ആഹാരമായിരിക്കും. എന്റെ വിശുദ്ധ പർവ്വതത്തിലെങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ലെന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പം ഇങ്ങനെയുള്ളൊരു ഭരണ കാലഘട്ടമാണ് ഈ 1000 ആണ്ട് വാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വിവാഹമുണ്ടോ? ഉണ്ട്. മക്കൾ ജനിക്കുമോ? ജനിക്കും. അവർ പുറമെ യേശുക്രിസ്തുവിൻ്റെ നീതിയുള്ള ഭരണത്തോട് പൊരുത്തപ്പെട്ടാണ് ജീവിക്കുന്നത്. എന്നാൽ 1000 ആണ്ട് വാഴ്ച പുരോഗമിക്കുമ്പോൾ അവരെല്ലാവരും യഥാർത്ഥ പുതുജന്മം പ്രാപിച്ചവരായിരിക്കുകയല്ല. കർത്താവിൻ്റെ ഈ ഭരണത്തിൻ്റെ നന്മകൾ അനുഭവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവിടെയാണ് വ്യത്യാസം നമ്മുടെ മനസ്സിൽ. പുതുജന്മം പ്രാപിച്ചവരായിരുന്നെങ്കിൽ 1000 ആണ്ട് കഴിഞ്ഞ് പിശാച് അവരെ സംഘടിപ്പിച്ച് ദൈവത്തിനെതിരെ തിരിക്കുമ്പോൾ അവർ തിരിയത്തില്ലല്ലോ. അതുകൊണ്ട് അവരെല്ലാം പുതുജന്മം പ്രാപിച്ചവരല്ല. പക്ഷേ കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ, ദൈവത്തിൻ്റെ ഒരു ചാൻസാണ് ദൈവത്തിൻ്റെ ഭരണം എങ്ങനെ ഇരിക്കും എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട്. അതുകൊണ്ട് 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം പിശാച് മത്സരിക്കാൻ തീരുമാനിക്കുമ്പോൾ ഒരു വലിയ സംഘത്തെ അവന് കിട്ടുന്നുണ്ട്. 8-ാം വാക്യം വായിച്ചാൽ മതി. 20-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങൾ വായിച്ചു. 1000 ആണ്ട് കഴിയുമ്പോഴോ സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും. അവൻ ഭൂമിയുടെ 4 ദിക്കിലുമുള്ള ജാതികളായി സംഖ്യയിൽ കടൽപ്പുറത്തെ മണൽ പോലെയുള്ള ഗോഗ് മാഗോഗ് എന്നിവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടതിനെ വശീകരിപ്പാൻ പുറപ്പെടും. അവർ ഭൂമിയിൽ പരക്കെ ചെന്ന് വിശുദ്ധന്മാരുടെ പാളയത്തെയും പ്രിയ നഗരത്തെയും വളയും. എന്നാൽ ആകാശത്ത് നിന്ന് തീ ഇറങ്ങി അവരെ ദഹിപ്പിച്ചു കളയും. അപ്പോൾ ഇവിടെ നാം കാണുന്നത് 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം പിശാചിൻ്റെ നേതൃത്വത്തിൽ ഒരു വൻ സംഘം ദൈവത്തിനെതിരെ സംഘടിക്കുന്നതായിട്ടാണ്. അവിടെയാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞതുപോലെ, കുറച്ച് മുമ്പേയും പറഞ്ഞതുപോലെ, മനുഷ്യൻ്റെ ദുഷ്ടതയുടെയും പാപത്തിൻ്റെയും കാഠിന്യവും ചതിയും നാം ദർശിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചത് ഓർക്കുക. അതുകൊണ്ട് മനുഷ്യൻ
നല്ല സാഹചര്യങ്ങളിലൊക്കെ ജീവിച്ചതുകൊണ്ട് അവൻ നന്നായി, അവന് കുഴപ്പമൊന്നും ഇല്ല എന്ന് വിചാരിക്കരുത്. സാഹചര്യങ്ങളല്ല മനുഷ്യനെ നന്നാക്കുന്ന ദൈവകൃപയാണ്. സാഹചര്യങ്ങൾ നോക്കിയിട്ടല്ല, ദൈവത്തിൻ്റെ കൃപ. അപ്പോൾ നമ്മൾ ഈ 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ച് പിന്നെ ഒന്നുകൂടെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, അനേക നൂറ്റാണ്ടുകളായിട്ട് മനുഷ്യരൊരു സുവർണകാലം സ്വപ്നം കണ്ട് കഴിയുകയാണ്. മിക്കവാറും ഈ രാഷ്ട്രീയ പാർട്ടികളും നമ്മളെ ഭരിക്കുന്ന ആളുകളും ഒക്കെ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, കുറ്റമറ്റ സാമൂഹിക രാഷ്ട്രീയ സംവിധാനമുള്ള ഒരു ക്ഷേമരാഷ്ട്രം ഞങ്ങൾ കെട്ടിപ്പടുക്കും. അപ്പം ചില പ്രത്യയശാസ്ത്രങ്ങൾ പറയുന്നത് ഇതൊരു യുട്ടോപ്പിയാണ്, അല്ലേ, ഇതൊരു സങ്കല്പം മാത്രമാണ്, ഇങ്ങനെ ഒരിക്കലും ഉണ്ടാവുകയില്ല. ഈ സാങ്കല്പിക രാഷ്ട്രത്തിൽ മനുഷ്യവർഗം യുദ്ധരഹിതമായിട്ടുള്ള സമാധാനം അനുഭവിക്കും, രോഗമുണ്ടാവുകയില്ല, മരണമുണ്ടാവുകയില്ല, അല്ലേ. അങ്ങനെ പലതരത്തിലുള്ള നന്മകൾ മാത്രമുള്ളൊരു ക്ഷേമരാഷ്ട്രത്തെക്കുറിച്ചുള്ള പ്രത്യാശയാണ് രാഷ്ട്രീയ പാർട്ടികൾക്കും നേതാക്കന്മാർക്കും രാഷ്ട്രീയ നേതാക്കന്മാർക്കും എല്ലാം ഉള്ളത്. അത് കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയാണ് അവർ മത്സരിക്കുന്നത്. നമ്മൾ ഇലക്ഷൻ സമയത്തൊക്കെ അവർ വാഗ്ദാനം തരുന്നു, അങ്ങനെയാണല്ലോ, ഞങ്ങളെ തിരഞ്ഞെടുത്താൽ എല്ലാവർക്കും വസ്ത്രം, എല്ലാവർക്കും പാർപ്പിടം, എല്ലാവർക്കും ആഹാരം, ഒരു ക്ഷേമരാഷ്ട്രം ഞങ്ങൾ കെട്ടിപ്പടുക്കും, വെൽഫെയർ സ്റ്റേറ്റ് എന്നുള്ളതാണ് അവരൊക്കെ പറയുന്നത്. പക്ഷേ ഇന്നുവരെ ആർക്കും അങ്ങനെ ഒരു ക്ഷേമരാഷ്ട്രം കെട്ടിപ്പടുക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം മനുഷ്യൻ അവരുടേതായ രീതിയിലും അവരുടേതായ പ്രത്യയശാസ്ത്രത്തിലുമൊക്കെ അടിസ്ഥാനപ്പെടുത്തി ഒരു ക്ഷേമരാഷ്ട്രം കെട്ടിപ്പടുക്കാനായിട്ട് പെടാപ്പാടുപെടുന്നു, പരാജയം ഏറ്റുവാങ്ങുന്നു. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ദാവീദിൻ്റെ സിംഹാസനത്തിലിരുന്ന് ഭൂമിയെ ഭരിക്കുമ്പോൾ മാത്രമാണ് മനുഷ്യൻ സ്വപ്നം കാണുന്ന ഈ സുവർണകാലം, ഗോൾഡൻ ഏജ് എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാകാനായിട്ട്. അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ്. യേശുക്രിസ്തുവിൻ്റെ ഭരണത്തിന് കീഴിൽ മാത്രമേ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ശുഭഭാവി നിങ്ങൾക്ക് വരികയുള്ളൂ എന്ന് നമുക്ക് കാണിച്ചു തരികയാണ്. അതുപോലെ തന്നെ മനുഷ്യരും പിശാചിൻ്റെയും പാപത്തിൻ്റെയും പീഡനത്തിൽ കിടന്ന് എന്തുമാത്രം കഷ്ടപ്പെടുന്നു എന്ന് കാണിച്ചു തരികയാണ്. മനസ്സിലാവുന്നുണ്ടോ? പിശാചിൻ്റെ പീഡനം, പാപത്തിൻ്റെ പീഡനം, അതിൽ എന്തുമാത്രം കഷ്ടത നാം അനുഭവിക്കുന്നു. വീണ്ടും സൃഷ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് എന്താണ്? ദ്രവത്വത്തിൻ്റെ ദാസ്യത്വത്തിൽ നിന്നുള്ളൊരു വിടുതൽ, ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിലുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇല്ലാത്ത ഒരു സൽഭരണം കാഴ്ചവെക്കുന്നതിന് ആർക്ക് മാത്രമേ കഴിയുകയുള്ളൂ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയുകയുള്ളൂ. അങ്ങനൊരു കാലം ഉണ്ട്. അതുകൊണ്ട് അത് സാങ്കല്പികമാണ്, മനുഷ്യരൊക്കെ ശ്രമിച്ചിട്ട് നടന്നിട്ടില്ല, യേശുവിനും കഴിയുകയില്ല എന്ന് പറഞ്ഞ് നമ്മളതിനെ തള്ളിക്കളയേണ്ടതായിട്ടില്ല. അതിന് പകരം എന്താ ചെയ്യേണ്ടത്? നിൻ്റെ രാജ്യം വരണമേ, നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് തുടർന്നും പ്രാർത്ഥിക്കുകയും ഈ 1000 ആണ്ട് വാഴ്ച വരുന്നതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും പ്രത്യാശിക്കുകയും കാത്തിരിക്കുകയും ആ ഭരണം വരുമ്പോൾ അതിൽ പങ്കാളികളായി തീരാനായിട്ട് ഉത്സാഹിക്കുകയും ചെയ്യാം. അങ്ങനെ പങ്കാളിത്തം കിട്ടിയാൽ അത് എൻ്റെ നേട്ടമാണെന്ന് വിചാരിക്കാതെ ദൈവത്തിൻ്റെ ദാനമാണെന്ന് മനസ്സിലാക്കി ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യാം. അങ്ങനെ പ്രത്യാശയോടെ ജീവിക്കുന്നതിനായിട്ട് ഈ 1000 ആണ്ട് വാഴ്ചയുടെ ചിന്ത നമ്മളെ എല്ലാവരെയും പ്രചോദിപ്പിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ആമേൻ.